ഗുഡ് ഈവനിങ്. ഇനി വെറും 34 ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്നത്. ഇതിന് കൂടുതലൊന്നും തന്നെ പറയാനില്ല. നമ്മളും ആ റാങ്ക് ലിസ്റ്റും വെൽഫെയർ ഓഫീസറുടെ റാങ്ക് ലിസ്റ്റും തമ്മിലുള്ള ആ അകലം 34 ദിവസമായിട്ട് കുറഞ്ഞിരിക്കുവാണ്. ഈ കുറഞ്ഞ ദിവസത്തിൽ രാവിലെ പകലാക്കി തന്നെ പഠിച്ച് ആ ലക്ഷ്യം നേടാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ പുതിയ സിലബസിലെ റീസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗം, റീസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗം. റീസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഓൾറെഡി ആ കറക്ഷണൽ സെറ്റിങ്സ് എടുത്തപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. റിസ്റ്റോറേഷൻ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് റീക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുന്നു, അതാണ്. Alternative methods of justice is gaining momentum at the international as well as in the national level. അപ്പോൾ അന്തർദേശീയ തലങ്ങളിലാണെങ്കിലും ദേശീയ തലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആൾട്ടർനേറ്റ് മെത്തേഡ്സ് ഓഫ് ജസ്റ്റിസ്, പല വ്യത്യസ്തമായ ഓൾട്ടർനേറ്റീവായിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ജസ്റ്റിസ് പലപ്പോഴും കൂടുതൽ സ്വീകാര്യമായിട്ട് വരുന്നുണ്ട്. പലരും അത് അംഗീകരിക്കുന്നുണ്ട്. റീസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അതേപോലുള്ളൊരു രീതിയാണ്. അതായത് ക്രൈം എന്ന് പറയുന്നത് എന്തായാലും ഹാം ഉണ്ടാക്കുന്നു, അല്ലേ? മറ്റൊരാൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ക്രൈം എന്ന് പറയുന്നത്. അപ്പോൾ റീസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിപ്പയറിങ് ദാറ്റ് ഹാം, ആ ഉണ്ടാക്കിയ ഹാം ആ ഉപദ്രവം റിപ്പയർ ചെയ്യുന്ന പരിപാടിയാണ് എന്താ റീസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്. പഠിച്ചു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ഒഫൻസ് മൂലമുണ്ടായ ഹാം എന്താണോ അല്ലെങ്കിൽ ആ ഇഞ്ചുറി എന്താണോ അതെന്ത് ചെയ്യുവാണ്, അത് റിപ്പയർ ചെയ്യുവാണ്, എന്നിട്ട് ജസ്റ്റിസ് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നമില്ലാത്തൊരവസ്ഥയിൽ അവിടെ എന്താണ്, ജസ്റ്റിസ് ഉണ്ട്. ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ എന്താണ്, അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ സംബന്ധിച്ച് ആ വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്ത ആളും വിക്ടിമും തമ്മിൽ എന്താണ് നല്ലൊരു ബന്ധമാകുമോ? ഇല്ല. അവിടെ ആ ബാലൻസ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും ആ ഒരു വ്യക്തിയുടെ ഒരു ഒഫൻഡറുടെ പ്രവൃത്തി മൂലം ഒരു ആൾക്ക് പ്രശ്നം ഉണ്ടാകും, അതാണ് വിക്ടിം. ആ വിക്ടിമിൻ്റെ ഹാം റിപ്പയർ ചെയ്ത് ജസ്റ്റിസ് സ്ഥാപിച്ചു കൊടുക്കുക, അതാണ് റീസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതിൽ വരാവുന്ന പ്രിൻസിപ്പിളുകളാണ് റിപ്പയർ, അതായത് ക്രൈം കോസസ് ഹാം, ജസ്റ്റിസ് ഷുഡ് ഫോക്കസ് ഓൺ റിപ്പയറിംഗ് ഓൺ ദ ഹാം. അപ്പോൾ ഏതൊരു ക്രൈമും ഹാം ഉണ്ടാക്കുന്നു, ജസ്റ്റിസ് ഷുഡ് ഫോക്കസ്, ന്യായം എന്തിലേക്കാണ് നോക്കുന്നേ? റിപ്പയറിങ് ദാറ്റ് ഹാം, ആ ഹാം റിപ്പയർ ചെയ്യുന്നതിലേക്കാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മളിവിടെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ നീതിക്ക് വേണ്ടിയിട്ടാണ് കോടതിയെ സമീപിക്കുന്നത്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ, റിപ്പയർ. രണ്ടാമത് എൻകൗണ്ടർ. എന്താ എൻകൗണ്ടർ എന്ന് പറയുമ്പോൾ? ഒന്നുമില്ല, ഇറ്റ് ഇൻവോൾവ്സ് എ ഡയലോഗ് ബിറ്റ്വീൻ ദ വിക്ടിം ആൻഡ് ദ ഒഫൻഡർ. അതായത് ഇതിൽ തീർപ്പ് കൽപ്പിക്കുന്നത് അതല്ലെങ്കിൽ ഇതിൽ ഈ ജസ്റ്റിസ് പുനഃസ്ഥാപിക്കുന്നത് ബിറ്റ്വീൻ ദ വിക്ടിം ആൻഡ് ദ ഒഫൻഡർ. ദാറ്റ് ഈസ് ദ ഡയലോഗ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഡയലോഗ് ബിറ്റ്വീൻ ദ ഒഫൻഡർ ആൻഡ് ദ വിക്ടിം, ഒഫൻഡറും വിക്ടിമും. അതാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീഇൻറ്റഗ്രേഷൻ, that reinstate both victim and offender into the society. അപ്പോൾ റീഇൻറ്റഗ്രേഷനിലൂടെ എന്താണ്, റീഇൻസ്റ്റേറ്റ് ബോത്ത് വിക്ടിം ആൻഡ് ഒഫൻഡർ ഇൻ ടു ദി സൊസൈറ്റി. സൊസൈറ്റിയിലേക്ക് ആ വിക്ടിമിനെയും ഒഫൻഡറെയും എന്ത് ചെയ്യുവാണ്, റീഇൻസ്റ്റേറ്റ് ചെയ്യുവാണ്. റീഇൻസ്റ്റേറ്റ് ആരെയൊക്കെ, ഒഫൻഡർ ആൻഡ് വിക്ടിം ഇൻ ടു ദി സൊസൈറ്റി. അതേപോലെ ഇൻക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൂടി അതിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് വിക്ടിം, ഒഫൻഡർ ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ ദിസ് പ്രോസസ്. അപ്പോൾ ഇതിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും, അതായത് വിക്ടിം, ഒഫൻഡർ, അതേപോലെ കമ്മ്യൂണിറ്റി, അപ്പോൾ ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് പുനഃസ്ഥാപിക്കുന്നത്, ജസ്റ്റിസ് റീക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ
റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ an offense has harm to the persons and the community and seeks to solve the problem and repair or restore the harm. അപ്പോൾ ഒരു റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് an offense has caused harm. ഒരു ഒഫൻസ് ഹാം ഉണ്ടാക്കുന്നു ആർക്കൊക്കെ? ടു ദ പേഴ്സൺസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി. അത് വ്യക്തികൾക്കോ കമ്മ്യൂണിറ്റിക്കോ അപകടങ്ങൾ ഉണ്ടാക്കുന്നു. ആൻഡ് സീക്സ് ടു സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുക. ആൻഡ് റിപ്പയർ ഓർ റിസ്റ്റോർ. അതിൽ ആ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റിസ്റ്റോർ ചെയ്യുക ജസ്റ്റിസ് അല്ലെങ്കിൽ എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ഈസ് എ കൈൻഡ് ഓഫ് പ്രോബ്ലം സോൾവിങ് അപ്രോച്ച്. നോട്ട് ചെയ്തു പോവുക. റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു തരത്തിലുള്ള പ്രോബ്ലം സോൾവിങ് അപ്രോച്ചാണ്. റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ടു ദി ക്രൈം. എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ചാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് എന്ന് ചോദിച്ചാൽ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയാൻ പറ്റണം. അപ്പോൾ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ടു ദി ക്രൈം ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ദ പാർട്ടീസ് ദംസെൽസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി ജനറലി. അതിൽ ആരൊക്കെ വരുന്നുണ്ട്? അതിൽ പാർട്ടീസ് ദംസെൽസ് and the community. Parties themselves, അതായത് ഒഫൻഡറും വരും വിക്ടിം വരും പ്ലസ് ദ കമ്മ്യൂണിറ്റി ജനറലി. മൊത്തത്തിലുള്ള കമ്മ്യൂണിറ്റിയും കടന്നു വരുന്നുണ്ട് ഇതില്. കമ്മ്യൂണിറ്റി ജനറലി in an active relationship with statutory agencies. Active relationship with statutory agencyകളുമായിട്ട് അത് ആക്റ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് ദ സ്റ്റാറ്റ്യൂട്ടറി ഏജൻസീസ്. അപ്പോൾ എന്താണ് നമുക്ക് ഒന്നുകൂടി പറഞ്ഞത്? റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ടു എ ക്രൈം. ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം സോൾവിങ് അപ്രോച്ചാണ്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ആരൊക്കെ വരാം? Parties themselves and the community generally in an active relationship with the statutory agencies. പഠിച്ചു. അപ്പോൾ ഇതൊരു പ്രോബ്ലം ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ചാണ്. ഇതിൽ പാർട്ടീസ് ദംസെൽസ് അതിൽ ഇൻവോൾവ് ആകുന്നു. അതായത് ഒരു കേസ് ചെയ്യുമ്പോൾ ആ കുറ്റം കൃത്യം ചെയ്ത ആൾ ഒഫൻഡർ, ആർക്കാണോ ചെയ്തത് വിക്ടിം, അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിക്കും അത് ഇതാണ് കമ്മ്യൂണിറ്റി ജനറലി. അപ്പോൾ ഇവരെല്ലാം കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുവാണ്? റിപ്പയർ ഓർ റീക്രിയേറ്റ് ജസ്റ്റിസ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠിച്ചു. The main objective of restorative justice is to recreate or restore the working community that support the rehabilitation of offenders and victims and is active in preventing a crime. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റീക്രിയേഷൻ ആണ് അല്ലെങ്കിൽ റിസ്റ്റോറേഷൻ ആണ്. ഏത്? എ വർക്കിംഗ് കമ്മ്യൂണിറ്റി ദാറ്റ് സപ്പോർട്ട് ദ റീഹാബിലിറ്റേഷൻ ഓഫ് ദ ഒഫൻഡേഴ്സ് ആൻഡ് വിക്ടിംസ്. വിക്ടിമുകളെയും ഒഫൻഡേഴ്സിൻ്റെയും റീഹാബിലിറ്റേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വർക്കിംഗ് കമ്മ്യൂണിറ്റി റീസ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവിൽ അധിഷ്ഠിതമാണ് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്. അപ്പോൾ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ റീക്രിയേറ്റ് ഓർ റീസ്റ്റോർ ദ വർക്കിംഗ് കമ്മ്യൂണിറ്റി ദാറ്റ് സപ്പോർട്ട്സ് ദ റീഹാബിലിറ്റേഷൻ ഓഫ് ആരുടെയൊക്കെ? റീഹാബിലിറ്റേഷൻ ഓഫ് ദ ഒഫൻഡർ ആൻഡ് ദ വിക്ടിം. ഓക്കെ. എ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് പ്രോസസ് aims to empower the victim to participate effectively in a mediation with offenders. അപ്പോൾ ഒഫൻഡേഴ്സുമായിട്ടൊരു അനുരഞ്ജന ശ്രമങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഇറ്റ് ലാർജ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ വോളണ്ടറി സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ. അപ്പോൾ ഇതിൽ എന്താണ്? വോളണ്ടറി സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ, അതായത് പരസ്പര സഹകരണത്തോടുകൂടി വോളണ്ടറി സപ്പോർട്ടോടുകൂടി മാത്രമാണ് ഇത് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. വിക്ടിം അതുപോലെ തന്നെ ഈ പറയുന്ന ഒഫൻഡറും പരസ്പരം സഹകരിച്ചാൽ മാത്രമല്ലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ദിസ് സിസ്റ്റം യൂസ് ക്രിമിനൽ ആക്ട് കോംപ്രഹെൻസീവ്ലി, റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ആൻഡ് ഇനീഷ്യേറ്റീവ് ഇൻ റെസ്പോണ്ടിങ് ടു ആൻഡ് ഇൻഡ്യൂസിങ് എ ക്രൈം. അപ്പോൾ ഇതിൽ ക്രിമിനൽ ആക്ടിനെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ക്രിമിനൽ ആക്ടിനോട് ഈ സിസ്റ്റത്തിൽ. അതേപോലെ തന്നെ റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റിന്റെ പ്രാധാന്യം റെക്കഗ്നൈസ് ചെയ്യുന്നു.
ആൻഡ് അതിൻ്റെ ഇനിഷ്യേറ്റീവ് റെക്കഗ്നൈസ് ചെയ്യുന്നു. ഒരു ക്രൈം നടത്തുന്നതിൽ അല്ലെങ്കിൽ ഒരു ക്രൈം തടയുന്നതിൽ, ക്രൈമിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിൽ, അപ്പോൾ അതെല്ലാം മാനിച്ചു കൊണ്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ പാർട്ടീസും അതുപോലെ കമ്മ്യൂണിറ്റിയും ജനറലി ഉൾപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുവാണ്, അത് റീസ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുവാണ് എന്ത് ജസ്റ്റിസ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഈ പറയുന്നത്. ദിസ് സിസ്റ്റം വ്യൂ ക്രിമിനൽ ആക്ട് കോംപ്രഹെൻസീവായിട്ട് ക്രിമിനൽ ആക്ടിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് കോംപ്രഹെൻസീവായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. ആൻഡ് ഇറ്റ് റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ഇൻ റെസ്പോണ്ടിങ് ടു ആൻഡ് ഇൻഡ്യൂസിങ് എ ക്രൈം എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിളുകളാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ റിപ്പയർ, അതേപോലെ എൻകൗണ്ടർ, റീഇൻറ്റഗ്രേഷൻ, ഇൻക്ലൂഷൻ. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. റിപ്പയർ അതായത് ഈ പറയുന്ന ഒരു ഒഫൻസ് നടക്കുമ്പോൾ വിക്ടിമിന് ഹാം ഉണ്ടാകും. ആ ഹാം എന്ത് ചെയ്യുവാണ്, ഇവിടെ എന്താണ് ആ ഒരു ജസ്റ്റിസ് എന്തിലേക്കാണ് നോക്കുന്നത്, റിപ്പയർ ദാറ്റ് ഹാം, അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. അതുപോലെ എൻകൗണ്ടർ മീൻസ് between a intimate involves a dialogue between the victim and the offender. റീഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടുപേരെയും, ഒഫൻഡറെയും അതേപോലെ വിക്ടിമിനെയും റീഇൻസ്റ്റേറ്റ് ചെയ്യുവാണ് ഈ സൊസൈറ്റിയിലേക്ക്. അതേപോലെ ഇൻക്ലൂഷൻ, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഗേജ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഒഫൻഡേഴ്സ്, കമ്മ്യൂണിറ്റി, വിക്ടിം ഈ പ്രോസസ്സിൽ ഉൾപ്പെടുത്തുവാണ്. അപ്പോൾ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ഇസ് എ ടൈപ്പ് ഓഫ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് ജസ്റ്റിസ് ഇൻ വിച്ച് ദ സൊസൈറ്റി അഡ്രസ്സസ് ആൻ ഒഫൻസ് ആൻഡ് സീക്സ് reparation, and it is a kind of new outline for the criminal justice system which is speedily gaining acceptance and support in international level. അപ്പോൾ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് ജസ്റ്റിസ് ആണ് എന്ന് പറയാം. ഇൻ വിച്ച് അതിലൂടെ സൊസൈറ്റി അഡ്രസ്സസ് ആൻഡ് ഒഫൻസസ് ആൻഡ് സീക്സ് റെപ്പറേഷൻ, അതായത് റിപ്പയർ ചെയ്ത് അത് മൃദുവാക്കുന്ന ഒരു രീതിയിലേക്ക് കടക്കുവാണ്. റെപ്പറേഷൻ ആൻഡ് ഇറ്റ് കൈൻഡ് ഓഫ് ന്യൂ ഔട്ട്ലൈൻ ഫോർ ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. അങ്ങനെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന് ഒരു പുതിയൊരു ഔട്ട്ലൈനാണ് ഇത്തരത്തിലുള്ള ഈ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ്. വിച്ച് ഈസ് സ്പീഡ്ലി ഗെയിനിങ് അക്സെപ്റ്റൻസ്, അതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് തന്നെ നല്ലൊരു സ്വീകാര്യത ലഭ്യമായിട്ടുണ്ട്. ഇറ്റ് ഈസ് ബേസിക്കലി എ റെസ്പോൺസ് ടു ക്രൈം ദാറ്റ് ഫോക്കസ് ഓൺ റിസ്റ്റോറിംഗ് ദ ലോസസ് സഫേർഡ് ബൈ ദ victims, holding offenders accountable for the harm they have caused and building peace within the society. അപ്പോൾ ഇതിലൂടെ എന്താ ചെയ്യുന്നത്, ബേസിക്കലി that focus on restoring the losses suffered by the victims, അതായത് എന്തൊക്കെ നഷ്ടങ്ങളാണോ ആ വിക്ടിമിന് നേരിട്ടത് അത് റീസ്റ്റോർ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ തന്നെ അവിടെ ജസ്റ്റിസ് റീസ്റ്റോറേഷൻ ആയില്ലേ. ഒരാളുടെ പ്രവൃത്തി മൂലം ഒരു ഹാം ഉണ്ടായി, ആ ഹാം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഉണ്ടായ നഷ്ടം എന്താണോ അത് ആ ഒഫൻഡർ കൊടുക്കുമ്പോൾ അവിടെ ആ നഷ്ടം അയാളുടെ ഹാം എന്ത് ചെയ്യുവാണ്, ഇല്ലാതാവുകയാണ്. അപ്പോൾ അവിടെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോസ് അയാൾക്കുണ്ടായ ആ നഷ്ടം റീസ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ ജസ്റ്റിസ് അല്ലേ യഥാർത്ഥത്തിൽ റീസ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? എ എന്ന് പറയുന്ന ആൾക്കൊരു നഷ്ടം ഉണ്ടായി ബിയിൽ നിന്ന്. അപ്പോൾ ബി ആ ഉണ്ടായ നഷ്ടം കൊടുക്കുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അയാളുടെ നഷ്ടം അവിടെ ഇല്ലാതാകുന്നു, അതോടൊപ്പം തന്നെ ഒരു നീതി അവിടെ കിട്ടുകയല്ലേ ചെയ്യുന്നത്. അതാണ് റിസ്റ്റോറേഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ് പെർ ദ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആൻ ഒഫൻസ് ആസ് ഹാം ടു എ പേഴ്സൺ ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് സീക്സ് ടു സോൾവ് ദ പ്രോബ്ലം ആൻഡ് റിപ്പയർ ഓർ റീസ്റ്റോർ ദാറ്റ് ഹാം. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അതായത് ഒരു കമ്മ്യൂണിറ്റിക്കോ ഇൻഡിവിജ്വലിനോ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഒഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒഫൻസിനെ എന്ത് ചെയ്യുക, അതിനെ റിപ്പയർ ചെയ്ത് ആ ഹാം റീസ്റ്റോർ ചെയ്യുന്ന പരിപാടിയാണ് എന്ത്, ആ റിപ്പയർ ചെയ്ത് അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ ഒരാൾക്കുണ്ടായ ആ ഹാമിന് പകരം അല്ലെങ്കിൽ ആ ലോസിന് പകരമുള്ള ഒരു ആ ലോസ് പുനഃസ്ഥാപിക്കപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ജസ്റ്റിസ് റീസ്റ്റോർ ചെയ്യുവാണ്. ഒരാൾക്കുണ്ടായ ആ നഷ്ടം അവിടെ നികത്തി കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ജസ്റ്റിസ് റീസ്റ്റോർ ചെയ്ത് വരുവാണ് എന്നുള്ളതാണ്.
അപ്പോൾ അതാണ് അതിൻ്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്. ഇൻ ദ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് വിക്ടിം ആൻഡ് ഒഫൻഡർ ആർ പ്ലേഡ് ഇൻ ദ ആക്റ്റീവ് റോൾ. അപ്പോൾ അവിടെ ആക്റ്റീവ് റോൾ ആർക്കാ? വിക്ടിമിനും ഒഫൻഡർക്കുമാണ് അവിടെ ആക്റ്റീവ് റോൾ അവർ കൈകാര്യം ചെയ്യുന്നത്. വിക്ടിം ആൻഡ് ഒഫൻഡർ ആണ്. ബൈ എക്സ്പ്രസിങ് ദെയർ ഫീലിങ്സ് ഓർ അപ്രോച്ച് ആൻഡ് ഹെൽപ്പിംഗ് ടു ഡിസൈഡ് ദ ഔട്ട്കം. കാരണം അവർ തമ്മിൽ സംസാരിച്ച് അവരുടെ ആ എക്സ്പ്രസിങ് ദെയർ ഫീലിങ്സ് ഓർ അപ്രോച്ച് ആൻഡ് ഹെൽപ്പിംഗ് ടു ഡിസൈഡ് ദ ഔട്ട്കം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വിക്ടിമും ഒഫൻഡറുമാണ് അവിടെ പ്രധാനപ്പെട്ട ആക്റ്റീവ് റോള് കൈകാര്യം ചെയ്യുന്നത്. ബൈ എക്സ്പ്രസിങ് ദെയർ ഫീലിങ്സ്, അവരുടെ ഫീലിങ്സ് അവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ അപ്രോച്ചുകളിലൂടെ, ആൻഡ് ഹെൽപ്പിംഗ് ടു ഡിസൈഡ് ദ ഔട്ട്കം. ഹെൻസ് restorative justice is a kind of doorway to forgiveness of the offenders by victims and a chance for reintegration of the offenders and victim back into the society. അപ്പോൾ അതിലൂടെ ഒരു ഫോർഗീവ്നെസ്സിന് വേണ്ടിയിട്ടുള്ളൊരു വാതിൽ അവിടെ തുറക്കുവാണ്. അല്ല, ഒരാൾ ചെയ്ത ഒരു പ്രവൃത്തി, അയാൾ ഫോർഗീവ്നെസ്, ആ ഒഫൻഡേഴ്സ് ചെയ്തത് തെറ്റായി പോയി എന്നുള്ളൊരു തോന്നൽ ഒഫൻഡറുടെ മനസ്സിലുണ്ടാകുന്നു. അതേപോലെ തന്നെ അതെന്താണ് സഹായിക്കുന്നത്? ആ പ്രവൃത്തി ഇസ് എ ചാൻസ് ഫോർ റീഇൻറ്റഗ്രേഷൻ ഓഫ് ദി ഒഫൻഡേഴ്സ് ആൻഡ് വിക്ടിംസ് ബാക്ക് ഇൻ ടു ദ സൊസൈറ്റിയിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യാനായുള്ളൊരു സാധ്യതയാണ് അവിടെ തെളിയുന്നത്. അതായത് ഒരാളൊരു കുറ്റം ചെയ്യുന്നു, അതിലൂടെ പശ്ചാത്താപം അയാൾക്ക് വരുവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ ഇനി അത് മാനസാന്തരപ്പെട്ട് ഇന്നത് ചെയ്യത്തില്ല എന്നുള്ളൊരു തോന്നൽ. ശരിയല്ലേ? അതാണ് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ഈസ് എ കൈൻഡ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് ഇൻ ക്രൈം which involves the parties themselves and the community generally in active relationship with the statutory agencies. അതാണ് നമ്മൾ പറഞ്ഞത്, പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് ആണ്. It is not any particular practice but a set of principles which may orientate the general practice. അപ്പോൾ ഇതിൽ ചില പ്രിൻസിപ്പിളുകളിൽ അധിഷ്ഠിതമാണ് ഈ റിസ്റ്റോറേറ്റീവ്. അപ്പോൾ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ചാണ്. അതിൽ ഈ പറയുന്ന രീതിയിൽ പാർട്ടീസ് ആൻഡ് കമ്മ്യൂണിറ്റി ജനറലി ഇൻവോൾവ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. എന്നിരുന്നാലും ഇതിലെന്താണ്? ഇറ്റ് ഹാസ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, കുറച്ച് തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. ആ തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾസ് സീയിങ് ക്രൈം പ്രോബ്ലംസ് ഇൻ ദെയർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അതായത് ക്രൈം പ്രോബ്ലംസിനെ സീയിങ് ദ ക്രൈം പ്രോബ്ലം ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റിലൂടെ കാണുക. സീയിങ് ക്രൈം പ്രോബ്ലംസ് in a social context. Social കോണ്ടെക്സ്റ്റിലൂടെ seeing the crime problems. ഓക്കെ, അത് ഒരു പ്രിൻസിപ്പിൾ. അതേപോലെ മേക്കിംഗ് എ റൂം ഫോർ പേഴ്സണൽ ഇൻവോൾവ്മെന്റ് ഓഫ് ദോസ് മെയിൻലി കൺസേൺ, പർട്ടിക്കുലർലി ദ ഒഫൻഡർ ആൻഡ് ദ വിക്ടിം, ബട്ട് ഓൾസോ ദെയർ ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ അവിടെയാണ് റൂം ഫോർ ദ പേഴ്സണൽ ഇൻവോൾവ്മെന്റ്. അപ്പോൾ പേഴ്സണൽ ഇൻവോൾവ്മെന്റ് അവിടെ there is a room for the personal involvement of those mainly concerned. അതിൽ കൺസേൺഡ് ആയിട്ടുള്ളവരുടെ ഒരു പേഴ്സണൽ ഇൻവോൾവ്മെന്റ് അവിടെ സാധ്യമാകുന്നു. അതായത് വിക്ടിം ഉണ്ടാകും, ഒഫൻഡർ ഉണ്ടാകും, ഇവരുടെ ഫാമിലീസുമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു ഇൻവോൾവ്മെന്റ്. എ ഫോർവേഡ് ലുക്കിംഗ് പ്രോബ്ലം സോൾവിംഗ് ഓറിയന്റേഷൻ. എ ഫോർവേഡ് ലുക്കിംഗ് പ്രോബ്ലം സോൾവിംഗ് ഓറിയന്റേഷൻ. ഒരു ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിംഗ് ഓറിയന്റേഷൻ ആണ് എന്ന് പറയുന്ന ഒരു തത്വത്തിൽ ഇത് അധിഷ്ഠിതമാണ്. ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രാക്ടീസ്. ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രാക്ടീസ്. റിജിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ പ്രാക്ടീസ്. അപ്പോൾ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് ആണ്. അതിൽ പാർട്ടീസ് ദംസെൽസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി ജനറലി ഇൻവോൾവ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രിൻസിപ്പിളുകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതായത് ഇവിടെ സീയിങ് ക്രൈം പ്രോബ്ലംസ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, അതേപോലെ പേഴ്സണൽ ഇൻവോൾവ്മെന്റ് ഓഫ് ദി ഒഫൻഡർ, വിക്ടിം ആൻഡ് ദെയർ ഫാമിലീസ്, അതേപോലെ എ ഫോർവേഡ് ലുക്കിംഗ് പ്രോബ്ലം ഫോർ സോൾവിംഗ് ഓറിയന്റേഷൻ. അതായത്
അതെന്താ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് അതിനൊരു മനസ്ഥിതി ഉണ്ടായാൽ മാത്രമാണ് നമുക്കത് സോൾവ് ചെയ്ത് പോരാനായിട്ട്. അപ്പോൾ എന്തും ശരിയാകുമെന്നുള്ളൊരു ഫോർവേഡ് ലുക്കിംഗ് പ്രോബ്ലം സോൾവിങ് ഓറിയന്റേഷനിൽ അധിഷ്ഠിതമാണ്. അതേപോലെ ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രാക്ടീസിൽ അധിഷ്ഠിതമാണ് എന്ത് നമ്മുടെ ഈ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. Restorative justice can be seen as a criminal justice embedded in its social perspective, with the stress on its relationship to other components rather than a closed system of isolation. അതായത് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ഓഫ് ഐസൊലേഷൻ ഉള്ളതല്ല, മറിച്ച് അതിനാണ് നമ്മൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ ഫോർവേഡ് ലുക്കിംഗ് പ്രോബ്ലം സോൾവിങ് ഓറിയന്റേഷൻ ആണ് എന്നുള്ളതാണ്. അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രാക്ടീസ് അധിഷ്ഠിതമാണ്. അതല്ലാതെ ഒരു റിജിഡായിട്ടുള്ള ആരും പരസ്പരം വഴങ്ങാത്തൊരു രീതിയിൽ നിന്നാൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റൂ ഇല്ല. അപ്പോൾ എന്താണ് നമുക്ക് റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഇത് നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന സംവിധാനത്തിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആയിട്ടല്ല ഇത് അതല്ലെങ്കിൽ ഒരു റിജിഡ് സിസ്റ്റം അല്ല ഇത് വിഭാവനം ചെയ്യുന്നത്. ആസ് പെർ ദ വ്യൂ ഓഫ് ബർട്ട് ഗാലാവേ ആൻഡ് ജോ ഹഡ്സൺ, ദ ഡെഫിനിഷൻ ഓഫ് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ഇൻക്ലൂഡ്സ് certain fundamental elements. ആരുടെയാണ്? ബർട്ട് ഗാലാവേ, BURT, ബർട്ട് ഗാലാവേ, GALAWAY, and Joe Hudson, JOEHUDSON, ജോ ഹഡ്സൺ. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ അതിൽ ചില ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ എലമെൻറ്റ്സ്, crime is viewed primarily as a conflict between the individuals that result in injuries to the victims, communities and the offenders themselves. അപ്പോൾ എന്താണ് പറയുന്നത്? ക്രൈം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു വ്യൂ പ്രൈമറി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ്. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഫണ്ടമെന്റൽ വ്യൂ എന്ന് പറഞ്ഞാൽ ക്രൈം എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ആണ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് ഓർ ദ കമ്മ്യൂണിറ്റി, ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് ദാറ്റ് റിസൾട്ട് ഇഞ്ചുറീസ്, വിക്ടിംസിന് ഇഞ്ചുറി ഉണ്ടാകാം, കമ്മ്യൂണിറ്റിക്ക് ഇഞ്ചുറി ഉണ്ടാകാം, അതുപോലെ ഒഫൻഡേഴ്സ് തമ്മിൽ ദംസെൽസ് ഇഞ്ചുറി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ക്രൈം എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ്, അതിന്റെ ആസ് എ റിസൾട്ട് എന്തുണ്ടാകും? ഇഞ്ചുറി ഉണ്ടാകാം. അത് ഇൻഡിവിജ്വൽസിനോ കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ തമ്മിലോ ഇഞ്ചുറി ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ് എന്നാണ് ബർട്ട് ഗാലാവേ ആൻഡ് ജോ ഹഡ്സന്റെ ഒന്നാമത്തെ ഒരു എലമെന്റ് പറയുന്നത്. ഇത് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിന്റെ എലമെന്റ് ആണ്. റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ഇൻക്ലൂഡ്സ് ദ certain fundamental elements. അതിൽ ഒന്നാമത്തെ എലമെന്റ്സ് ആണ് അദ്ദേഹം പറയുന്നത് ക്രൈം ഈസ് വ്യൂഡ് പ്രൈമർലി ആസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് ദാറ്റ് റിസൾട്ട് ദ ഇഞ്ചുറീസ് ടു ദി വിക്ടിം, കമ്മ്യൂണിറ്റീസ് ആൻഡ് ഒഫൻഡേഴ്സ് themselves. Okay. The aim of the criminal justice process should be to create peace in community by reconciling the parties and repairing the injuries caused by the dispute. ഇനി ഇവിടെയുള്ള ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ എയിം എന്താണ്? അതാണ് അദ്ദേഹം രണ്ടാമത് പറയുന്നത്. എയിം ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, ഇവിടെയുള്ള ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ ലക്ഷ്യം എന്താണ്? ജസ്റ്റിസ് സ്ഥാപിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ. ഷുഡ് ബി ക്രിയേറ്റ് പീസ് ഇൻ ദ കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം. അതിനെങ്ങനെ സാധ്യമാകും? ബൈ റീകൺസീലിംഗ് ദ പാർട്ടീസ് ആൻഡ് റിപ്പയറിംഗ് ദ ഇഞ്ചുറീസ്. ആ ഉണ്ടായ ഇഞ്ചുറി റിപ്പയർ ചെയ്യുക, ആ ഡിസ്പ്യൂട്ടിൽ ഉണ്ടായ ഇഞ്ചുറി എന്ത് ചെയ്ത് കൊടുക്കുക? റിപ്പയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ക്രിമിനൽ ജസ്റ്റിസിന്റെ സിസ്റ്റത്തിന്റെ എയിം എന്ന് പറഞ്ഞാൽ റിപ്പയർ ദ ഇഞ്ചുറി, ഇഞ്ചുറി ഉണ്ടായത് എന്ത് ചെയ്യുക? റിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ദ ക്രിമിനൽ ജസ്റ്റിസ് പ്രോസസ് should facilitate active participation by the victims, offenders and their communities in order to find solution to the conflict. അപ്പോൾ അതിനെന്ത് വേണം? ക്രിമിനൽ ജസ്റ്റിസ് പ്രക്രിയ പ്രോസസ് ഷുഡ് ഫെസിലിറ്റേറ്റ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്ത് ചെയ്യുന്നു? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നു. ആരുടെയൊക്കെ? അതാണ് നമ്മൾ പഠിച്ച ഒഫൻഡർ, കമ്മ്യൂണിറ്റി, അതേപോലെ വിക്ടിം, ഇവരുടെ എല്ലാം
പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തും. ഫെസിലിറ്റേറ്റ് ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ബൈ ദ വിക്ടിം, ഒഫൻഡേഴ്സ് ആൻഡ് ദെയർ കമ്മ്യൂണിറ്റീസ് ഇൻ ഓർഡർ ടു ഫൈൻഡ് സൊല്യൂഷൻ ടു ദി കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇതാണ് ആര് പറയുന്നത്? നമ്മളുടെ ഈ ഗാലാവേ ആൻഡ് ഹഡ്സൺ. അപ്പോൾ ഗാലാവേ ആൻഡ് ജോ ഹഡ്സൺ പറയുന്നു ഈ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിൽ അധിഷ്ഠിതമായ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സ് ആണ് അദ്ദേഹം പറയുന്ന എലമെൻറ്റ്സുകളാണ് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ആണ് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള. അതിൻ്റെ അനന്തരഫലമായിട്ട് എന്തുണ്ടാവും? ഇഞ്ചുറി ഉണ്ടാകും. ഇനി ആ ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ എയിം എന്താണ്? ആ ഇഞ്ചുറി റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്താ ചെയ്യുന്നത്? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നു. ആരുടെയെല്ലാം? നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഒഫൻഡേഴ്സിൻ്റെയും വിക്ടിമിൻ്റെയും അതേപോലെ കമ്മ്യൂണിറ്റീസിൻ്റെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കി എന്ത് ചെയ്യുന്നു? ഉണ്ടായ ആ റിപ്പയർ എന്ത് ചെയ്യുന്നു? ആ കോൺഫ്ലിക്റ്റിനുള്ള ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു എന്നുള്ളതാണ് അതിലൂടെ പറയുന്നത്. ഇനി അടുത്ത ഈ പറയുന്ന ഈ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത് നോട്ട് ചെയ്യുക ആൽബർട്ട് എഗ്ലാഷ്. ആൽബർട്ട് എഗ്ലാഷ് ആണ് 1977 ആ ടേം ആൽബർട്ട് എഗ്ലാഷ് ആ ടേം കോയിൻ ചെയ്തത്. ആൽബർട്ട് എഗ്ലാഷ് കോയിൻ ചെയ്തതാണ്. 1977 അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിള് ബിയോണ്ട് റെസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റീവ് റെസ്റ്റിറ്റ്യൂഷൻ, ബിയോണ്ട് റെസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റീവ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്തത്. അപ്പോൾ ആൽബർട്ട് എഗ്ലാഷ് ആണ് കോയിൻ ദ ടേം. ഈ ടേം ഈ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആൽബർട്ട് എഗ്ലാഷ് ആണ്. 1977 എന്നുള്ളത് ഓർത്ത് വെക്കുക. അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളാണ് ബിയോണ്ട് റെസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റീവ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് ഇത് കോയിൻ ചെയ്തത്. ഈ പറയുന്ന ഇതിനെക്കുറിച്ചിട്ടുള്ള പരാമർശം ഉണ്ടായത് എന്നുള്ളതും ഓർത്തു വെക്കുക. ഇനി ഹവേർഡ് സെഹർ എന്ന് പറയുന്ന ഹവേർഡ് സെഹർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ക്രൈം ഈസ് എ വയലേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് റിലേഷൻഷിപ്പ്. ഒരു കുറ്റം എന്ന് പറയുമ്പോൾ അവിടെ വയലേഷനാണ് പീപ്പിൾ ആൻഡ് റിലേഷൻഷിപ്പ്. ഇറ്റ് ക്രിയേറ്റ്സ് ഒബ്ലിഗേഷൻ ടു മേക്ക് തിങ്സ് റൈറ്റ്. അപ്പോൾ അതിൽ നിന്ന് അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട് ടു മേക്ക് ദ തിങ്സ് റൈറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഒബ്ലിഗേഷൻ. ജസ്റ്റിസ് ഇൻവോൾവ്സ് ദ വിക്ടിം, ദ ഒഫൻഡർ ആൻഡ് ദ കമ്മ്യൂണിറ്റി in search for the solution which promote repair, reconciliation and reassurance. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ക്രൈം എന്ന് പറയുന്നത് എന്താണ്? ക്രൈം എന്ന് പറയുന്നത് വയലേഷൻ ആണ് ഓഫ് പീപ്പിൾ ആൻഡ് റിലേഷൻഷിപ്പ്. വയലേഷൻ പീപ്പിൾ ആൻഡ് റിലേഷൻഷിപ്പ്, പീപ്പിളും റിലേഷൻഷിപ്പുകളും തമ്മിലുള്ള വയലേഷൻ ആണ് ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്തുണ്ടാകും? ഇറ്റ് ക്രിയേറ്റ് ആൻ ഒബ്ലിഗേഷൻ. ഇപ്പൊ ക്രൈമിൽ നിന്ന് ഒരു ഒബ്ലിഗേഷൻ ഉണ്ടാകും. എന്താണ് അത്? റൈറ്റ് കണ്ടെത്തുക എന്ന്, ടു മേക്ക് തിങ്സ് റൈറ്റ്. ഒരു ക്രൈമിൽ നിന്ന് എന്തുണ്ടാകും? മേക്ക് തിങ്സ് റൈറ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ലിഗേഷൻ ഉണ്ടാകും. അപ്പൊ അതെങ്ങനെ സാധ്യമാക്കും? ജസ്റ്റിസിലൂടെയാണ് അത് സാധ്യമാക്കുന്നത്. അപ്പൊ അതിൽ ആരെയൊക്കെ ഇൻവോൾവ് ചെയ്യിക്കും? വിക്ടിം, ഒഫൻഡർ, കമ്മ്യൂണിറ്റി, ഇവരെല്ലാം ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടാണ് ആ ജസ്റ്റിസ് സ്ഥാപിക്കപ്പെടുന്നത്. ജസ്റ്റിസ് ഇൻവോൾവ്സ് ദ വിക്ടിം, ദ ഒഫൻഡർ ആൻഡ് ദ കമ്മ്യൂണിറ്റി ഇൻ സെർച്ച് ഓഫ് ദി സൊല്യൂഷൻ വിച്ച് പ്രൊമോട്ട്. ആ സൊല്യൂഷനിൽ എന്താണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്? അതാണ് അദ്ദേഹം പറയുന്നത്. റിപ്പയർ ചെയ്യപ്പെടുന്നു, അതേപോലെ റീകൺസീലിയേഷൻ സാധ്യമാകുന്നു, റീകൺസീലിയേഷൻ ആൻഡ് റീഅഷ്വറൻസ്. അപ്പോൾ ഇതാണ് ഹവേർഡ് സെഹറിന്റെ അഭിപ്രായത്തിൽ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിന്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ക്രൈം എന്ന് പറഞ്ഞാൽ വയലേഷൻ പീപ്പിൾ ആൻഡ് റിലേഷൻഷിപ്പ്, ആൻഡ് ആസ് എ റിസൾട്ട് ദർ ഇസ് ആൻ ഒബ്ലിഗേഷൻ. ആ ഒബ്ലിഗേഷനിൽ നിന്ന് ജസ്റ്റിസ് ഇൻവോൾവ്മെന്റ് അവിടെ കടന്നു വരുന്നു.
അപ്പോൾ ജസ്റ്റിസ് ഇൻവോൾവ്മെന്റിലൂടെ എന്താണ് അവിടെ വിക്ടിം, ഒഫൻഡർ ആൻഡ് കമ്മ്യൂണിറ്റി ഇവരുമായിട്ടുള്ള ഒരു ജോയിന്റ് എഫർട്ടിലൂടെ സൊല്യൂഷൻസിലേക്ക് എത്തുവാണ്. ദാറ്റ് സൊല്യൂഷൻസ് പ്രൊമോട്ട് റിപ്പയർ, റീകൺസീലിയേഷൻ ആൻഡ് റീഅഷ്വറൻസ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഡെഫിനിഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഈ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദ prime objectives of restorative justice are to concentrate fully to victims' needs or requirements, material, financial, emotional and social, including those personally close to the victim who may be similarly affected. അപ്പോൾ എന്താണ് to concentrate fully to victims' needs or requirements. അപ്പോൾ victims' നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ്, വിക്ടിമിൻ്റെ നീഡിലേക്കും റിക്വയർമെന്റിലേക്കുമാണ് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ്, പ്രൈം ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറയുന്നത്. റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ടു കോൺസെൻട്രേറ്റ് ആരിലേക്ക്? ദ വിക്ടിംസ് നീഡ്സ് ഓർ റിക്വയർമെന്റ്സ്. അത് എന്തുമാകാം, മെറ്റീരിയൽ റിക്വയർമെന്റ്സ് ആകാം, നീഡ്സ് ആകാം, ഫിനാൻഷ്യൽ ആകാം, ഇമോഷണൽ ആകാം, സോഷ്യൽ ആകാം, എന്തുമാകാം. Then to prevent reoffending by reintegrating offenders in the society. To prevent reoffending, പിന്നെയുള്ള കുറ്റത്തിന്റെ പുനരാവർത്തനം എന്ത് ചെയ്യുക? തടയുക. To prevent reoffending പ്രിവെന്റ് ചെയ്യുക, എന്നിട്ട് അവരെ എന്ത് ചെയ്യുക? റീഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഒഫൻഡേഴ്സ് സൊസൈറ്റിയിലേക്ക്. Then to enable the offenders to assume active responsibility for their actions. But to enable the offenders to assume active responsibility, അവർക്ക് അവരുടെ ആക്ഷനുകളിലുള്ള ആക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അസ്യൂം ചെയ്യുന്നതിന് വേണ്ടി ആ ഒഫൻഡേഴ്സിനെ എനേബിൾ ചെയ്യുക. അപ്പോൾ ടു എനേബിൾ the offenders to assume the active responsibility, അവരുടെ യഥാർത്ഥത്തിലുള്ള ആക്റ്റീവായുള്ള അവരുടെ ആ റെസ്പോൺസിബിലിറ്റി അസ്യൂം ചെയ്യുന്ന രീതിയിൽ ആ ഒഫൻഡേഴ്സിനെ എന്ത് ചെയ്യുക? എനേബിൾ ചെയ്യുക. ടു റീക്രിയേറ്റ് ഓർ റീസ്റ്റോർ എ വർക്കിംഗ് കമ്മ്യൂണിറ്റി ദാറ്റ് സപ്പോർട്ട് ദ റീഹാബിലിറ്റേഷൻ. അതായത് റീസ്റ്റോർ ചെയ്യുക, റീക്രിയേറ്റ് ചെയ്യുക ഒരു കമ്മ്യൂണിറ്റി ദാറ്റ് സപ്പോർട്ട് ദ റീഹാബിലിറ്റേഷൻ. റീഹാബിലിറ്റേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ടു റീക്രിയേറ്റ്, റീസ്റ്റോർ the working community that support rehabilitation support ചെയ്യുന്ന ഒരു വർക്കിംഗ് കമ്മ്യൂണിറ്റി റീക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. that support rehabilitation. അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ ആരുടെ ഉദ്ദേശിക്കുന്നത്? വിക്ടിമിൻ്റെയും അതേപോലെ ഒഫൻഡേഴ്സിൻ്റെയും. That is essential for preventing the crime പിന്നീടുള്ള പുനരാവർത്തനം തടയുന്നതിന് വേണ്ടിയാണ്. Then to provide a means of avoiding escalation of legal justice and associated cost and delays. അതായത് ഈ പറയുന്ന ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നത്, അതായത് കേസുകളുടെ വർധന എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. to provide a means of avoiding escalation of legal proceedings. Avoid escalation of legal proceedings and associated cost and delays. അതുമൂലം ഉണ്ടാകുന്ന പല ചെലവുകളും പല ആമസങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് ഒന്നുകൂടി കിടക്കാം. ഒന്നുമില്ല, എന്താണ്? ഫുള്ളി കോൺസെൻട്രേറ്റ് ആരിലേക്ക്? വിക്ടിംസ് നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ്. വിക്ടിമിൻ്റെ നീഡുകളിലേക്കും റിക്വയർമെൻറ്റിലേക്കും ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് മെറ്റീരിയൽ ആയിട്ടുള്ള നീഡ്സ് ആകാം, സോഷ്യൽ ആയിട്ടുള്ള നീഡ്സ് ആകാം, ഇമോഷണൽ ആയിട്ടുള്ള നീഡ്സ് ആകാം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള നീഡ്സ് ആകാം. പിന്നെ രണ്ടാമത് എന്താ പറഞ്ഞ്? ടു പ്രിവെൻറ്റ് ദ റീഓഫൻഡിങ്, കുറ്റത്തിൻ്റെ പുനരാവർത്തനം തടയുക. റീഇൻറ്റഗ്രേറ്റ് ദ ഒഫൻഡേഴ്സ് ഇൻ ടു ദി സൊസൈറ്റിയിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഒരു ലക്ഷ്യമാണ്. അതേപോലെ ടു എനേബിൾ ദ ഒഫൻഡേഴ്സിനെ എനേബിൾ ചെയ്യിക്കുക, അസ്യൂം
ടു അസ്യൂം ദ ആക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ഇവിടെ ആക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അസ്യൂം ചെയ്യുന്ന വിധത്തിൽ ആ ഒഫൻഡേഴ്സിനെ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യുക. അതേപോലെ ടു റീക്രിയേറ്റ് ഓർ റീസ്റ്റോർ ദ വർക്കിംഗ് കമ്മ്യൂണിറ്റി ദാറ്റ് സപ്പോർട്ട് ദ റീഹാബിലിറ്റേഷൻ. വർക്കിംഗ് കമ്മ്യൂണിറ്റി ദാറ്റ് സപ്പോർട്ട് ദ റീഹാബിലിറ്റേഷൻ ഓഫ് ദി ഒഫൻഡേഴ്സ് ആൻഡ് ദ വിക്ടിം. പിന്നെ എന്താണ് അവസാനം പറഞ്ഞത്? ടു പ്രൊവൈഡ് ടു അവോയ്ഡ് ദ എസ്കാലേഷൻ ഓഫ് ദി ലീഗൽ ജസ്റ്റിസ് ആൻഡ് അസോസിയേറ്റഡ് ലീഗൽ ആയിട്ടുണ്ടാകുന്ന ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ടാകുന്ന വർധനവുകൾ, അതിൻ്റെ കോസ്റ്റുകൾ, അതേപോലെ തന്നെ ഡിലേകൾ എന്ത് ചെയ്യുക, അതെല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ചില അസംഷനുകളിൽ അധിഷ്ഠിതമാണ്. ആ അസംഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കുക. അസംഷൻസ് assumptions. The crime has origin in social condition and relationship in the society. അപ്പോൾ ഇതിലുള്ള അസംഷൻ എന്ന് പറഞ്ഞാൽ ക്രൈം എന്ന് പറഞ്ഞാൽ ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ സോഷ്യൽ കണ്ടീഷൻ ആൻഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ ക്രൈമിൻ്റെ ഒറിജിൻ സോഷ്യൽ കണ്ടീഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ്. സോഷ്യൽ കണ്ടീഷനുകളിലും സാമൂഹ്യപരമായ സാഹചര്യങ്ങളിലും അതേപോലെ തന്നെ റിലേഷൻഷിപ്പുകളുമാണ് ക്രൈം ഹാസ് ഇറ്റ്സ് ഒറിജിൻ. ഓക്കെ, ദെൻ ദാറ്റ് ക്രൈം പ്രിവെൻഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ സൊസൈറ്റീസ് ടേക്കിംഗ് സം റെസ്പോൺസിബിലിറ്റി ഫോർ റെമഡിങ് ദോസ് കണ്ടീഷൻ ദാറ്റ് കോസ് ദ ക്രൈം. രണ്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ക്രൈം പ്രിവെൻഷൻ, കുറ്റകൃത്യം തടയുക എന്നുള്ളത് ഈസ് ബേസ്ഡ് ഓൺ ദ സൊസൈറ്റീസ് ടേക്കിംഗ് സം റെസ്പോൺസിബിലിറ്റി. അത് society is taking some responsibility along with the local and central government responsibility for general policy for remedying those conditions that cause crime. അപ്പോൾ രണ്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ക്രൈം പ്രിവെൻഷൻ ഈസ് ബേസ്ഡ് ഓൺ സൊസൈറ്റീസ് ടേക്കിംഗ് സം റെസ്പോൺസിബിലിറ്റി. ക്രൈം പ്രിവെൻഷൻ, കുറ്റകൃത്യം തടയുക എന്നുള്ളത് ബേസ്ഡ് ഓൺ സൊസൈറ്റീസ് taking some responsibility. Societies take some responsibility. അതായത് മറ്റുള്ള ഇപ്പോൾ സെൻട്രൽ ലോക്കൽ ഗവൺമെൻറ്റുകളുടെ റെസ്പോൺസിബിലിറ്റിയോട് പോലെ തന്നെ ഓരോ സൊസൈറ്റികൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ദ ക്രൈം പ്രിവെൻഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമതായിട്ട് പറയുന്നത് ദാറ്റ് ദ ആഫ്റ്റർമാത്ത് ഓഫ് ക്രൈം കനോട്ട് ബി ഫുള്ളി റിസോൾവ് ഫോർ ദ പാർട്ടീസ് ദംസെൽഫ് വിത്തൗട്ട് ഫെസിലിറ്റേറ്റിംഗ് ദ പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ്. എന്താണ് ദാറ്റ് ദ ആഫ്റ്റർമാത്ത് ഓഫ് ക്രൈം, അതായത് ക്രൈമിന് ശേഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കനോട്ട് ബി ഫുള്ളി റിസോൾവ് ഫോർ ദ പാർട്ടീസ് ദംസെൽഫ് വിത്തൗട്ട് ഫെസിലിറ്റേറ്റിംഗ് ദെയർ പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ്. അവരുടെ പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാതെ എന്ത് ചെയ്യുക, പാർട്ടീസ് തമ്മിലുള്ള ആ പ്രശ്നങ്ങൾ റിസോൾവ് ആകില്ല എന്നുള്ള. ക്രൈമിന് ശേഷം ദ ആഫ്റ്റർമാത്ത് ഓഫ് ദ ക്രൈം കനോട്ട് ഫുള്ളി റിസോൾവ്. The aftermath of crime is not fully resolved. Aftermath of the crime is not fully resolved for the parties themselves without facilitating the personal involvement. Without facilitating personal involvement. Personal involvement facilitate ചെയ്യാതെ the crime, aftermath of the crime is not fully resolved. ആ ക്രൈമിന് ശേഷമുള്ള ആ പ്രശ്നങ്ങൾ is not fully റിസോൾവ് ആകുകയില്ല എന്നുള്ളൊരു അസംഷൻ ഉണ്ട്. അതേപോലെ that justice measures must be flexible enough to respond to the particular exigencies, personal needs and potential for action in each case. എന്താ പറയുന്നത്? that justice measures must be flexible. ഫ്ലെക്സിബിലിറ്റി എന്താ പറഞ്ഞത്? ജസ്റ്റിസ് മെഷേഴ്സ്, ഈ നീതി വ്യവസ്ഥ, ജസ്റ്റിസ് മെഷറുകൾ മസ്റ്റ് ബി ഫ്ലെക്സിബിൾ ഇനഫ് ടു റെസ്പോണ്ട് ടു ദി പർട്ടിക്കുലർ എക്സിജൻസീസ്, പേഴ്സണൽ നീഡ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ ആക്ഷൻ ഇൻ ഈച്ച് കേസ്. ഓരോ കേസിലുമുള്ള
ആക്ഷൻ, പൊട്ടൻഷ്യൽ ഓഫ് ആക്ഷൻ, അതേപോലെ പേഴ്സണൽ നീഡുകൾ, അതേപോലെ പർട്ടിക്കുലറായിട്ടുള്ള സാഹചര്യങ്ങൾ, എക്സിജൻസീസിന് അനുസരിച്ചിട്ട് ജസ്റ്റിസ് മെഷേഴ്സ് മസ്റ്റ് ബി ഫ്ലെക്സിബിൾ. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി, ജസ്റ്റിസ് മെഷേഴ്സ് മസ്റ്റ് ബി ഫ്ലെക്സിബിൾ എന്നുള്ളതാണ്. അതായത് ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടും ഓരോരുത്തരുടെ പേഴ്സണൽ നീഡുകൾക്കനുസരിച്ചിട്ടും ആ പൊട്ടൻഷ്യൽ ഓഫ് ആക്ഷനുകൾ അനുസരിച്ചും അങ്ങനെയുള്ള ഓരോ കേസുകളിലുമുള്ള പൊട്ടൻഷ്യൽസ് ഓഫ് ആക്ഷൻ, പേഴ്സണൽ നീഡ്, പർട്ടിക്കുലർ എക്സിജൻസീസിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ദ ജസ്റ്റിസ് മെഷേഴ്സ് മസ്റ്റ് ബി ഫ്ലെക്സിബിൾ. ദെൻ ദ ജസ്റ്റിസ് കൺസിസ്റ്റ് ഓഫ് ബാലൻസ്ഡ് അപ്രോച്ച് in which a single objective is not allowed to dominate the others. എന്താ പറഞ്ഞത്? ജസ്റ്റിസ് കൺസിസ്റ്റ് ഓഫ് എ ബാലൻസ്ഡ് അപ്രോച്ച്, ഒരു ബാലൻസ്, സന്തുലിതമായിട്ടുള്ള ഒരു സമീപനം. എന്തില്? in which a single objective is not allowed to dominate the other. അതായത് ഒരു ലക്ഷ്യം മറ്റൊന്നിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട്. എന്താ പറഞ്ഞേ? The justice consists of a balanced approach. Justice consists of a balanced approach. Justice എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ്, കൺസിസ്റ്റ് ഓഫ് എ ബാലൻസ്ഡ് അപ്രോച്ച് which single objective is not allowed to dominate the others. സിംഗിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്, ഒരു ലക്ഷ്യം മറ്റൊന്നിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്ത, അനുവദിക്കാത്ത രീതിയിലുള്ള സന്തുലിതമായിട്ടുള്ള ഒരു സമീപനമാണ് ജസ്റ്റിസ് സിസ്റ്റം. അങ്ങനെയുള്ളൊരു ബാലൻസ് അപ്രോച്ചാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നത്. ജസ്റ്റിസ് കൺസിസ്റ്റ് ഓഫ്, എങ്ങനെയുള്ള ന്യായമാണ്? ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ്. എങ്ങനെയുള്ള ബാലൻസ് അപ്രോച്ചാണ്? ഇൻ വിച്ച് സിംഗിൾ ഒബ്ജക്റ്റീവ് ഈസ് നോട്ട് അലൗഡ് ടു ഡോമിനേറ്റ് ദ അതേഴ്സ്. ഒരു ലക്ഷ്യം മറ്റുള്ളതിൻ്റെ മേൽ ഡോമിനേറ്റ് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആയിരിക്കണം. അപ്പോൾ അസംഷനുകളാണ് നമ്മൾ പറഞ്ഞത്. റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിൻ്റെ അസംഷനുകളാണ് പറഞ്ഞത്. ഒന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ക്രൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നാണ്, സോഷ്യൽ കണ്ടീഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ്. ഇനി രണ്ടാമത് പറയുന്നത് ഈ ക്രൈം പ്രിവെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്രൈം പ്രിവെൻഷൻ സാധ്യമാക്കുന്നത്? by base that is based on the society's society's taking some responsibility. സൊസൈറ്റിയും മറ്റുള്ള ഗവൺമെൻറ്, സെൻട്രലിലാണെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്റുകളുടെ റെസ്പോൺസിബിലിറ്റി പോലെ തന്നെ ഓരോ സൊസൈറ്റികളുടെയും റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ക്രൈം പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള അസംഷനിൽ അധിഷ്ഠിതമാണ്. അതേപോലെ ആഫ്റ്റർ മാത്ത് ഓഫ് എ ക്രൈം that can be resolved, not fully resolved without facilitation of personal involvement. പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് കൂടാതെ ഒരു ക്രൈമിന് ശേഷമുള്ള ആ പ്രക്രിയകൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫുള്ളി റിസോൾവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള അസംഷനാണ്. അതേപോലെ നാലാമത് പറഞ്ഞത് ജസ്റ്റിസ് സിസ്റ്റം എന്താണ്? ഫ്ലെക്സിബിൾ ആയിരിക്കും. ജസ്റ്റിസ് മെഷറുകൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഫ്ലെക്സിബിൾ എന്തിനനുസരിച്ചിട്ട്? പേഴ്സണൽ നീഡുകൾക്കും അതേപോലെ തന്നെ എക്സിജൻസീസിനൊക്കെ അനുസരിച്ചിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പേഴ്സണൽ നീഡുകൾക്കും അതേപോലെ തന്നെ പർട്ടിക്കുലർ എക്സിജൻസികൾക്കും അതേപോലെ ആക്ഷൻ, പൊട്ടൻഷ്യൽ ആക്ഷനുകൾക്ക് ഓരോ കേസിലുമുള്ള പൊട്ടൻഷ്യൽ ആക്ഷൻസ്, പേഴ്സണൽ നീഡ്സ് ആൻഡ് പർട്ടിക്കുലർ എക്സിജൻസീസിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റിസ് സിസ്റ്റം എങ്ങനെയുള്ളതായിരിക്കണം? മെഷേഴ്സ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതേപോലെ ജസ്റ്റിസ് മെഷറുകൾ, അങ്ങനെയുള്ള ജസ്റ്റിസ് മെഷർ എന്ന് പറയുമ്പോൾ അത് മസ്റ്റ് ബി ഫ്ലെക്സിബിൾ കൂടിയായിരിക്കണം. അതാണ് നമ്മൾ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ബാലൻസ്ഡ് അപ്രോച്ച്, ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് അപ്രോച്ചിലായിരിക്കണം. ആ ബാലൻസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ബാലൻസ്ഡ് അപ്രോച്ചിൽ എ സിംഗിൾ സിസ്റ്റം ഈസ് നോട്ട് അലൗഡ് ടു ഡോമിനേറ്റ് ദ അതേഴ്സ്. ഒരു സിംഗിൾ സിസ്റ്റം മറ്റുള്ളതിൻ്റെ മുകളിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഇല്ലാത്ത രീതിയിലുള്ള, അപ്പോൾ ഒരു ലക്ഷ്യം സ്ഥാപിക്കപ്പെടുന്ന, ഒരു ലക്ഷ്യം മറ്റൊന്നിൻ്റെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്കുള്ള, അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആയിരിക്കണം ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതാണ് പറഞ്ഞത് ജസ്റ്റിസ് കൺസിസ്റ്റ് ഓഫ് എ ബാലൻസ്ഡ് അപ്രോച്ച്. സിംഗിൾ ഒബ്ജക്റ്റീവ് ഈസ് നോട്ട് അലൗഡ് ടു ഡോമിനേറ്റ് അതേഴ്സ്. സിംഗിൾ ഒബ്ജക്റ്റീവ് ഒരിക്കലും മറ്റുള്ളതിൻ്റെ മുകളിൽ ഡോമിനേഷൻ വരാത്ത രീതിയിലുള്ളൊരു സമീപനമാണ്. അങ്ങനെയുള്ളൊരു സന്തുലിതമായുള്ളൊരു ബാലൻസ്ഡ് അപ്രോച്ചാണ് ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അസംഷനുകളിൽ അധിഷ്ഠിതമാണ്
ഈ പറയുന്ന റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം കുറച്ച് ദഹിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ജസ്റ്റ് ഒന്ന് വായിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും. ക്രൈം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ വ്യക്തിക്കോ ദോഷം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒരു എതിർഭാഗം ഉണ്ടാവും അല്ലേ, വിക്ടിം ഉണ്ടാകും. പിന്നെ അത് ഒരു കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്നവരെ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഉണ്ടായ ഹാമിന് ഒരു പരിഹാരം ഉണ്ടാക്കുക, അത് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ജസ്റ്റിസ് റീസ്റ്റോർ ചെയ്യുന്ന പ്രതിഭാസമാണ് ഈ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ആ അടിസ്ഥാന ആശയം മനസ്സിലാക്കി അത് മനസ്സിൽ വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ ഒരു ക്രൈം നടക്കുമ്പോൾ അതിൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് സോഷ്യൽ കണ്ടീഷനുകളിൽ നിന്നും അതേപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്പുകളിൽ നിന്നുമാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ഇൻഡിവിജ്വൽസ് ആണ്, കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ കണ്ടീഷൻസ് ആൻഡ് റിലേഷൻഷിപ്പുകളിൽ നിന്നാണ്. അപ്പോൾ ക്രൈം പ്രിവെൻറ്റ് ചെയ്യുന്നതിന് സൊസൈറ്റിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, വേറൊന്നുമല്ല, അതങ്ങനെയാണെങ്കിൽ ഒരു ക്രൈം നടന്നതിന് ശേഷമുള്ളൊരു റീസ്റ്റോറേഷൻ സാധ്യമാക്കണമെങ്കിൽ അവിടെ പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാതെ നടക്കൂ ഇല്ല എന്നുള്ളതാണ്. നാലാമതായിട്ട് പറഞ്ഞത് ജസ്റ്റിസ് മെഷറുകൾ ഫ്ലെക്സിബിൾ അല്ല എന്ന് വിചാരിക്കുക. ആ ജസ്റ്റിസ് മെഷറുകൾ വളരെ റിജിഡായിട്ടുള്ള രീതിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ റീസ്റ്റോറേഷൻ ആ ഹാമിന് പകരം, അതായത് ഒരു വിക്ടിമിനോട് ചെന്നൊരു മാപ്പ് പറഞ്ഞ് അയാളുടെ ആ തെറ്റ് ഒരു പ്രായശ്ചിത്തം ചെയ്യുന്നൊരു രീതിയാണല്ലോ ഈ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ. അത് ജസ്റ്റിസ് സിസ്റ്റം ഇവിടെ വളരെ റിജിഡായിട്ട് നിൽക്കുവാണ്, ഒരിക്കലും ഫ്ലെക്സിബിൾ അല്ല എങ്കിലും സാധ്യമാകും. അതാണ് ഈ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എന്താണ്, ഒരു ബാലൻസ്ഡ് അപ്രോച്ചിലായിരിക്കണം ജസ്റ്റിസ് സിസ്റ്റം. ജസ്റ്റിസ് കൺസിസ്റ്റ് ഓഫ് എ ബാലൻസ്ഡ് അപ്രോച്ച് ആയിരിക്കണം. അതിൽ ഒരു സിംഗിളായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് ഈസ് നോട്ട് അലൗഡ് ടു ഡോമിനേറ്റ് അതേഴ്സ്. അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് മറ്റെല്ലാത്തിനെയും ഡോമിനേറ്റ് ചെയ്യുന്ന വിധത്തിൽ, അതായത് പല പല കാര്യങ്ങളുണ്ടാകാം, ആ കാര്യങ്ങൾ ഒരു കാര്യം മാത്രം എല്ലാത്തിനെയും കൂടി ഡോമിനേറ്റ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരരുത് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റിസ് സിസ്റ്റം തീരുമാനിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ. അതായത് നമ്മൾ ഈ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റിയുടെ വേറൊരു രീതിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ അതിൽ പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന ഒറ്റ കാര്യം മാത്രമാണ് ഉള്ളതെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അവിടെ സാധ്യതയുണ്ട്. അതാണ് പറയുന്നത്, എ സിംഗിൾ ഒബ്ജക്റ്റീവ് ഈസ് നോട്ട് അലൗഡ് ടു ഡോമിനേറ്റ് അതേഴ്സ്. ഒരൊറ്റൊരു ലക്ഷ്യം മറ്റുള്ളതിനെ ഡോമിനേറ്റ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരരുത് എന്നുള്ള ഒരു സൂചനയാണ് അതിൽ പറയുന്നത്. ഇനി അതിൻ്റെ എയിമുകൾ, അതേപോലെ ബെനിഫിറ്റ്, റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിൻ്റെ ബെനിഫിറ്റുകൾ, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എന്തായാലും അതിൻ്റെ ഭാഗത്ത് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ എയിം ഓഫ് റീസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്. അപ്പോൾ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താ ലക്ഷ്യമാക്കുന്നത്? റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ഈസ് കൺസേൺ വിത്ത് ഹീലിംഗ് വിക്ടിംസ് ഇഞ്ചുറീസ്. അതായത് ഒരു ഒഫൻസ് ഒരാൾ നടത്തുമ്പോൾ അതിലൊരു വിക്ടിം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആ വിക്ടിമിനുണ്ടാകുന്ന ഇഞ്ചുറീസ് ഹീല് ചെയ്യുക എന്നുള്ളതാണ് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസ്റ്റോറിങ് ഒഫൻഡേഴ്സ് ടു ലോ അബൈഡിങ് സിറ്റിസൺസ്. എന്നിട്ട് നമ്മുടെ ആ ഒഫൻഡേഴ്സിനെ ലോ അബൈഡിങ് സിറ്റിസൺസ് ആയിട്ട് റീസ്റ്റോർ ചെയ്യുക. ആൻഡ് റിപ്പയറിങ് ഹാം ഡൺ ടു ദി ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ദി സൊസൈറ്റി. അതേപോലെ ആ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഹാം എന്ത് ചെയ്യുക, അത് റിപ്പയർ ചെയ്യുക. അതേപോലെ ആ സൊസൈറ്റിയിൽ ഉണ്ടായ ഹാം റിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതാണ് എയിം ചെയ്യുന്നത്. അപ്പോൾ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒഫൻസിൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടായിരുന്ന ഹാം റിപ്പയർ ചെയ്യുക. അപ്പോൾ അതാ പറഞ്ഞത്, റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ഈസ് കൺസേൺ വിത്ത് ഹീലിംഗ് ദ ഇഞ്ചുറീസ് ടു ദി വിക്ടിംസ് ഇഞ്ചുറീസ്. വിക്ടിമിൻ്റെ ഇഞ്ചുറീസ് എന്ത് ചെയ്യുക, ഹീൽ ചെയ്യുക. അതോടൊപ്പം തന്നെ റീസ്റ്റോറിങ് ദ ഒഫൻഡേഴ്സ് ടു ലോ അബൈഡിങ് സിറ്റിസൺസ്. അപ്പോൾ ഹീലിംഗ് ദ ഇഞ്ചുറീസ്, അപ്പോൾ എയിമാണ് നമ്മൾ പറയുന്നത് ഹീലിംഗ് ദ ഇഞ്ചുറി ഓഫ് ദ വിക്ടിം. വിക്ടിമിൻ്റെ ഇഞ്ചുറി ഹീൽ ചെയ്യുക.
അതേപോലെ തന്നെ റിസ്റ്റോർ ദ ഒഫൻഡറെ റീസ്റ്റോർ ചെയ്തിട്ട് റീഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിലേക്ക് ഒരു ലോ എബൈഡിങ് സിറ്റിസൺ ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ റിപ്പയർ ചെയ്യുക. എന്താണ് റിപ്പയർ ചെയ്യേണ്ടത്? ആ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അതേപോലെ ആ സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം റിപ്പയർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം. അതേപോലെ സെൻട്രൽ premise of restorative justice is that victims, offenders and the affected communities are all key stakeholders in the restorative process. അപ്പോൾ restorative processൽ നമുക്കറിയാം അതിൽ ഒഫൻഡർ ഉണ്ട്, വിക്ടിം ഉണ്ട്, അതേപോലെ കമ്മ്യൂണിറ്റി ഉണ്ട്, അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. വിക്ടിംസ് ഇൻക്ലൂഡ് not only those directly affected by the offense but also family members and members of the affected community. അപ്പോൾ വിക്ടിം എന്ന് പറയുമ്പോൾ വിക്ടിം മാത്രമല്ല, ആ വിക്ടിമിനോട് ബന്ധപ്പെട്ട വിക്ടിമിൻ്റെ കുടുംബാംഗങ്ങൾ വരും, അതേപോലെ തന്നെ മറ്റുള്ള ഈ പറയുന്ന മെമ്പേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിയിലുള്ള മറ്റുള്ള ആളുകൾ വരും. മനസ്സിലായി? അപ്പോൾ ദ സേഫ്റ്റി, സപ്പോർട്ട് ആൻഡ് നീഡ് ഓഫ് ദീസ് വിക്ടിംസ് ആർ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ എനി റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വിക്ടിമുകളുടെ സേഫ്റ്റി, അവരുടെ സപ്പോർട്ട്, ഇതെല്ലാമാണ് ഏതൊരു റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് പ്രോസസ്സിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിക്ടിമുകളുടെ എന്താണ്, വിക്ടിമിന് സേഫ്റ്റി, സപ്പോർട്ട് ആൻഡ് നീഡ്സ്, സേഫ്റ്റി, സപ്പോർട്ട് ആൻഡ് നീഡ്സ്. അപ്പോൾ വിക്ടിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഫക്റ്റഡ് വ്യക്തി, ഡയറക്ട്ലി അഫക്റ്റഡ് പേഴ്സൺ മാത്രമല്ല, മറിച്ച് ഫാമിലി മെമ്പേഴ്സ് വരും, മെമ്പേഴ്സ് ഓഫ് ദ അഫക്റ്റഡ് കമ്മ്യൂണിറ്റി വരും. അപ്പോൾ അവരുടെ എല്ലാ മൊത്തത്തിലുള്ള സേഫ്റ്റി, സപ്പോർട്ട് ആൻഡ് നീഡ്സ് ഓഫ് ദ വിക്ടിംസ് ആർ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ഓഫ് ദ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് പ്രോസസ്. And it also aims to empower the victim to participate effectively in a dialogue or mediation with offenders. വേറൊരു എയിം എന്ന് പറഞ്ഞാൽ എംപവർ ചെയ്യുക വിക്ടിമിനെ, ടു പാർട്ടിസിപ്പേറ്റ് എഫക്റ്റീവ്ലി ഇൻ ദ മീഡിയേഷൻ വിത്ത് ഒഫൻഡേഴ്സ്. ഒഫൻഡറുമായിട്ട് മീഡിയേഷൻ എംപവർ ചെയ്യുക, എംപവർ ദ വിക്ടിം, വിക്ടിമിനെ എംപവർ ചെയ്യുക. എന്തിനാ? മീഡിയേഷൻ, ആരുമായിട്ട്? ഒഫൻഡറുമായിട്ടുള്ള മീഡിയേഷൻ വിത്ത് ഒഫൻഡേഴ്സ്. അപ്പോൾ ഇതെല്ലാമാണ് അതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ. റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ എയിമൊക്കെ വളരെ നമുക്കത് പഠിക്കുന്ന കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി പോരാൻ പറ്റും. അതായത് ഒന്നുമില്ല, എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒഫൻസ് ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇഞ്ചുറി ഉണ്ടാകും. ആ ഇഞ്ചുറി ഹീൽ ചെയ്യുക. ആർക്കാണ് ഇഞ്ചുറി ഉണ്ടാകുന്നത്? വിക്ടിമിൻ്റെ. അതുപോലെ തന്നെ റിസ്റ്റോർ ചെയ്യുക, അതായത് ആ വ്യക്തി, ആ ഒഫൻഡറെ റിസ്റ്റോർ ചെയ്ത് ലോ അബൈഡിങ് സിറ്റിസൺ ആക്കി കൊണ്ടുവരിക. അതേപോലെ ഇവർ തമ്മിൽ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ആ ഒഫൻഡറും അതേപോലെ തന്നെ നമ്മളുടെ വിക്ടിമും തമ്മിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ ഉണ്ടാകും. അതെന്ത് റിപ്പയർ ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ സൊസൈറ്റിയുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്, അപ്പോൾ അതാണ് റിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? വിക്ടിം ഒരു ഒഫൻസിൻ്റെ ഫലമായിട്ട് അത് വിക്ടിമിന് ഹാം ഉണ്ടായിട്ടുണ്ടാകും. അത് വിക്ടിം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി ആ വിക്ടിം മാത്രമല്ല, വിക്ടിമിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അതേപോലെ അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ സേഫ്റ്റി, അവരുടെ നീഡ്സ്, അവരുടെ റിക്വയർമെൻറ്റ്സ്, അവരുടെ സപ്പോർട്ട്, അവർക്ക് വേണ്ടി അവരുടെ സപ്പോർട്ട് കൊടുക്കുക, ഇതെല്ലാം ആണ് റിസ്റ്റോറേറ്റീവ് പ്രോസസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയാം. മൂന്നാമതായിട്ട് എന്താ പറഞ്ഞത്? ഇറ്റ് ഓൾസോ എംപവർ ദ വിക്ടിം ടു പാർട്ടിസിപ്പേറ്റ്. എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക? വിക്ടിമിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എംപവർ ചെയ്യുക. എന്തിൽ? വിക്ടിം ടു മീഡിയേഷൻ വിത്ത് ഒഫൻഡർ എന്നുള്ളതാണ്. ഇനി റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ബെനിഫിറ്റ്സ്. ഇറ്റ് വ്യൂസ് ക്രിമിനൽ ആക്ട് കോംപ്രിഹെൻസീവ്ലി. Rather than defining crime only as a law-breaking, it recognizes that offenders harm victims, communities and even themselves. അതായത് ഇവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. അതായത് ക്രിമിനൽ ആക്ട് കോംപ്രഹെൻസീവ്ലി വ്യൂ ചെയ്യുവാണ്. rather than defining crime only as a law-breaking, അതായത് ഒരു ക്രൈം നടത്തിക്കഴിഞ്ഞാൽ അത് ലോ ബ്രേക്കിംഗ് മാത്രമാണ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇറ്റ് റെക്കഗ്നൈസ് ദാറ്റ് ഒഫൻഡേഴ്സ് ഹാം victims,
കമ്മ്യൂണിറ്റീസ് ആൻഡ് ഈവൻ ദംസെൽഫ്. ആ ഒഫൻഡറുടെ പ്രവൃത്തി വ്യക്തിമിനെയും കമ്മ്യൂണിറ്റിയെയും അതേപോലെ തന്നെ സ്വന്തമായിട്ടും എന്താണ് അത് ഹാം ഉണ്ടാക്കി എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തിക്കുവാണ്. അപ്പം അങ്ങനെ ഒരു റെക്കഗ്നൈഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രിമിനൽ സിസ്റ്റം ഒരു കോംപ്രഹെൻസീവ്ലി വ്യൂ ചെയ്യുവാണ്. അതായത് ഒരു ലോ ബ്രേക്കിംഗ് മാത്രമല്ല അയാൾ ചെയ്ത പ്രവൃത്തി, മറിച്ച് അയാൾ തിരിച്ചറിയുവാണ്, റെക്കഗ്നൈസ് ദാറ്റ് ഒഫൻഡേഴ്സ് ഹാം വിക്ടിംസ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് ഈവൻ ദംസെൽസ്. അതായത് ഒഫൻഡറുടെ ആ ഹാം എന്താണെന്നുള്ളത് അയാൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. ആ വ്യക്തിം, കമ്മ്യൂണിറ്റി, ഈവൻ ദംസെൽസ്. അപ്പോൾ അവരോട് ചെയ്ത ആ പ്രവൃത്തിയെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ ഇറ്റ് ഇൻവോൾവ്സ് മോർ പാർട്ടീസ്, കൂടുതൽ ആളുകളൊക്കെ ഇൻവോൾവ് ആകുന്നുണ്ട്. മോർ പാർട്ടീസ്, അതായത് ഈ വിക്ടിമും അതേപോലെ തന്നെ ഇതിപ്പോൾ ഒരു മർഡർ നടന്നു, അപ്പോൾ സ്റ്റേറ്റ് അത് ഏറ്റെടുത്തിട്ട് സ്റ്റേറ്റാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ അതിൽ കീ റോൾസ് ഓൺലി ടു ദി റാദർ ദാൻ കീ റോൾസ് ഓൺലി ടു ദി ഗവൺമെൻറ്, ബട്ട് ഓൾസോ ഒഫൻഡർ ഇൻക്ലൂഡ്സ് വിക്ടിംസ് ആൻഡ് കമ്മ്യൂണിറ്റി ആസ് വെൽ. അപ്പോൾ അതിൽ വിക്ടിംസ് വരും, കമ്മ്യൂണിറ്റി വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിക്ടിം എന്ന് പറയുമ്പോൾ വിക്ടിമിൻ്റെ ഫാമിലി, അതുപോലെ അഫക്റ്റഡ് കമ്മ്യൂണിറ്റീസ്, ഇതെല്ലാം കടന്നു വരും. അപ്പോൾ കൂടുതൽ പേര്, ഇറ്റ് ഇൻവോൾവ്സ് മോർ പാർട്ടീസ്. അതേപോലെ ഇറ്റ് മെഷേഴ്സ് സക്സസ് ഡിഫറൻ്റ്ലി. റേദർ ദാൻ മെഷറിങ് ഹൗ മച്ച് പണിഷ്മെൻറ്റ് ഹാസ് ബീൻ ഇൻഫ്ലിക്റ്റഡ്, ഇറ്റ് മെഷേഴ്സ് ഹൗ മച്ച് ഹാം ഹാസ് ബീൻ റിപ്പയർഡ് ഓർ പ്രിവെൻറ്റഡ്. അതായത് എത്ര പണിഷ്മെൻ്റ് ആണ് ഇൻഫ്ലിക്റ്റ് ചെയ്യേണ്ടത് എന്ന് മെഷർ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്താണ്, ഇറ്റ് മെഷേഴ്സ് ഹൗ മച്ച് ഹാം ഹാസ് ബീൻ റിപ്പയർഡ് ഓർ പ്രിവെൻറ്റ്, എത്ര ഹാമാണ് ഇവിടെ റിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ഹാമാണ് ഇവിടെ മെഷർ ചെയ്യേണ്ടത്. അതായത് എത്ര ഹാമാണ് നമ്മൾ റിപ്പയർ ചെയ്ത് ശരിയാക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ തീർച്ചയായിട്ടും മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. The restorative justice recognized that importance of the community involvement and initiative in responding to and reducing the crime. അതേപോലെ തന്നെ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് റെക്കഗ്നൈസ് ചെയ്യുവാണ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ഇനിഷ്യേറ്റീവ് ഇൻ റെസ്പോണ്ടിങ് ആൻഡ് റെഡ്യൂസിങ് ദ ക്രൈം. ഒരു ക്രൈമിനെ റെസ്പോണ്ട് ചെയ്യുന്നതിനും അതുപോലെ ഒരു ക്രൈം റെഡ്യൂസ് ചെയ്യുന്നതിനും കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റിൻ്റെ പ്രാധാന്യം റെക്കഗ്നൈസ് ചെയ്യുവാണ്. അപ്പോൾ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിൻ്റെ ബെനിഫിറ്റ് ഒന്നുമില്ല, ഈ പറയുന്ന രീതിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നനങ്ങും വിലങ്ങും മാറിയും മറിഞ്ഞും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇത് ഒരു ക്രിമിനൽ ആക്ട് ഒരു കോംപ്രഹെൻസീവ്ലി വ്യൂ ചെയ്യുവാണ്. അതായത് ക്രൈം എന്ന് പറഞ്ഞാൽ ഒരു ലോ അബൈഡിങ് ഓൺലി ആസ് എ ലോ ബ്രേക്കിംഗ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതിൽ റെക്കഗ്നൈസ് ദ ഒഫൻഡേഴ്സ് ഹാം വിക്ടിംസ് കമ്മ്യൂണിറ്റി ഇതെല്ലാം കടന്നു വരുന്നു. അതേപോലെ തന്നെ ഇതിൽ കൂടുതൽ പാർട്ടീസ്, ഗവൺമെൻറ് മാത്രമല്ല, അതിന് ഒഫൻഡേഴ്സ്, വിക്ടിംസ്, അവരുടെ ഫാമിലി ഇതെല്ലാം കടന്നു വരുന്നുണ്ട്. അതേപോലെ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ദ റെഡ്യൂസിങ് ക്രൈം ആൻഡ് റെസ്പോണ്ടിങ് ക്രൈം എന്നുള്ളതാണ്. ഇനി അതിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് വിക്ടിം ഒഫൻഡർ മീഡിയേഷൻ എന്ന് പറയുന്നത്. വിക്ടിം ഒഫൻഡർ മീഡിയേഷൻ വിക്ടിം ഒഫൻഡർ മീഡിയേഷൻ POM, വിക്ടിം ഒഫൻഡർ മീഡിയേഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മീഡിയേഷനിലൂടെ പരിഹരിക്കുവാണ് നമ്മൾ പറഞ്ഞ കാര്യം. The program of victim offender mediation involves a meeting between the victim and offender facilitated by a trained mediator. അപ്പോൾ ട്രെയിൻഡ് ആയുള്ളൊരു മീഡിയേറ്ററുടെ സഹായത്തോടു കൂടി മീഡിയേഷൻ പ്രോസസ്സ് നടത്തുവാണ്. ഇറ്റ് ഈസ് എ മീറ്റിംഗ് ബിറ്റ്വീൻ ദ വിക്ടിം ആൻഡ് ദ ഒഫൻഡർ. വിക്ടിമും ഒഫൻഡറും തമ്മിലുള്ളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുവാണ്. ആരുടെ സാന്നിധ്യത്തിൽ? മീഡിയേറ്ററുടെ സഹായത്തോടു കൂടി. അതാണ് വിക്ടിം ഒഫൻഡർ മീഡിയേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻ അസിസ്റ്റൻസ് ഓഫ് എ മീഡിയേറ്റർ, ദ വിക്ടിം ആൻഡ് ഒഫൻഡർ ഇനിഷ്യേറ്റ് ടു റിസോൾവ് ദ കോൺഫ്ലിക്ട് ആൻഡ് ടു കൺസ്ട്രക്ട് ദെയർ ഓൺ അപ്രോച്ച് ടു അച്ചീവിങ് ജസ്റ്റിസ് ഇൻ ദ ഫേസ് ഓഫ് ദെയർ പർട്ടിക്കുലർ ക്രൈം. അതായത് ഒരു
മീഡിയേറ്ററുടെ സഹായത്തോടു കൂടി രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നിട്ട്, അതായത് ഒഫൻഡറും അതേപോലെ തന്നെ നമ്മളുടെ വിക്ടിമും കൂടി ഇരുന്നിട്ട് ഇനിഷ്യേറ്റ് ടു റിസോൾവ് ദ കോൺഫ്ലിക്റ്റ്, അവരുണ്ടായ ആ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യുവാണ്. ആൻഡ് ടു കൺസ്ട്രക്ട് ദെയർ ഓൺ അപ്രോച്ച്, എന്നിട്ട് അവരുടെ സ്വന്തമായിട്ട് ഒരു അപ്രോച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ട് അച്ചീവിങ് ജസ്റ്റിസ് ഇൻ ദ ഫേസ് ഓഫ് ദെയർ പർട്ടിക്കുലർ ക്രൈം. അപ്പോൾ അതിൽ എന്ത് ചെയ്യും, ജസ്റ്റിസ് അവർ അച്ചീവ് ചെയ്യുന്ന പരിപാടിയാണ്. ബോത്ത് പാർട്ടീസ് ആർ ഗിവൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എക്സ്പ്രസ് ദെയർ ഫീലിങ്സ്. അപ്പോൾ രണ്ട് പാർട്ടീസിനും ബോത്ത് പാർട്ടീസ് ആസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, രണ്ടു പേർക്കും ഒരു ഈക്വൽ അവസരങ്ങൾ അവിടെ സംജാതമാവുകയാണ്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. ആൻഡ് the meetings conclude with an attempt to reach agreement on steps the offender will take to repair the harm suffered by the victim and other ways to make things right. അപ്പോൾ ആ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുന്നത് with an attempt to reach an agreement on steps the offender will take repair the harm suffered by the victim. ഉണ്ടായ ഹാം ഒഫൻഡർ റിപ്പയർ ചെയ്യാമെന്നുള്ള ഒരു ധാരണയോടുകൂടി അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മേക്ക് തിങ്സ് റൈറ്റ്, എല്ലാം നേരെയാക്കാം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വിക്ടിം ഈസ് വോളണ്ടറി ആൻഡ് ദ ഒഫൻഡേഴ്സ് പാർട്ടിസിപ്പേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വോളണ്ടറി ആസ് വെൽ. അപ്പോൾ രണ്ടുപേരുടെയും ആ പാർട്ടിസിപ്പേഷൻ എങ്ങനെ ഉള്ളതാണ്? വോളണ്ടറി പാർട്ടിസിപ്പേഷൻ ആണ് ഇതിൽ വരുന്നത്. വോളണ്ടറി പാർട്ടിസിപ്പേഷൻ ആണ്. Unlike binding arbitration, no specific outcome is imposed by the mediator. മീഡിയേറ്റർക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, ഒറ്റ ഒരു കാര്യമുള്ളൂ, ധാരണയിൽ എത്തിക്കുക. Unlike arbitration, no specific outcome is imposed by the mediator. Instead, the mediator's role is to facilitate the interaction between the victim and the offender, in which each assumes a proactive role in achieving an outcome that is perceived ആസ് ഫെയർ ബൈ ബോത്ത്. അതായത് ഒരു മീഡിയേറ്ററുടെ റോൾ എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റ് ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ വിക്ടിം ആൻഡ് ദ ഒഫൻഡറും വിക്ടിമും തമ്മിലുള്ള ആ ഇൻറ്ററാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു ധാരണയിൽ എത്തിക്കുക എന്നുള്ളതാണ്, ഒരു ഫെയർ ആയിട്ടുള്ളൊരു തീരുമാനത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫസ്റ്റ് വിക്ടിം ഒഫൻഡർ റീകൺസീലിയേഷൻ പ്രോഗ്രാം ബിഗൺ ആസ് എൻ എക്സ്പെരിമെൻറ്റ് ഇൻ കിച്ച്നർ, ഒൻറ്റാറിയോ ഇൻ ദ ഏർലി 1970s. അപ്പോൾ ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന 1970കളിൽ കിച്ച്നർ, KITCHENER, കിച്ച്നർ എവിടെയാണ് സ്ഥലം? ഒൻറ്റാറിയോ. ഇത് കാനഡയിലുള്ള ഒരു സിറ്റിയാണ് കിച്ച്നർ, ഒൻറ്റാറിയോ. അപ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് ഫസ്റ്റ് വിക്ടിം ഒഫൻഡർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഒന്നുകൂടി അതിലേക്ക് കാണാം. വിക്ടിം ഒഫൻഡർ മീഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് പരിപാടിയാണ്. വിക്ടിമും ഒഫൻഡറും കൂടി ഒരുമിച്ചിരുത്തി ഒരു മീഡിയേറ്ററുടെ സഹായത്തോടു കൂടി പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കുന്ന പരിപാടിയാണ്. അതാണ്. അപ്പോൾ അവിടെ രണ്ട് കൂട്ടർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്, അവരുടെ ഫീലിങ്സ് പരസ്പരം എന്ത് ചെയ്യുവാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ മീഡിയേറ്ററുടെ റോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഇൻ്ററാക്ഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതല്ലാതെ വേറൊരു ദുരുദ്ദേശങ്ങൾ അതിൻ്റെ പിന്നിലില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് രണ്ടുപേരും തമ്മിലൊരു ഫെയർ ആയിട്ടുള്ളൊരു തീരുമാനത്തിൽ എത്തുന്നു. അവരുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയുള്ളതാണ്? വോളണ്ടറി പാർട്ടിസിപ്പേഷനാണ്. അങ്ങനെയുള്ള ആദ്യത്തെ വിക്ടിം ഒഫൻഡർ മീഡിയേഷൻ നടന്നു എന്ന് പറയുന്നത് കിച്ചനറിലാണ്, KITCHENER, 1970കളിൽ, അല്ലെങ്കിൽ ഒൻറ്റാറിയോ, അത് കാനഡയിലുള്ള കിച്ചനർ, ഒൻറ്റാറിയോ പ്രവിശ്യയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് വിക്ടിം ഒഫൻഡർ മീഡിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സംഭവമാണ് ഹാഫ് വേ ഹൗസ്. ഹാഫ് വേ house is an institute for people with criminal backgrounds or drug abuse tendencies to learn the necessary skills to reintegrate into the society and better support and care for themselves. ഹാഫ് വേ ഹോമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ പീപ്പിളിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇങ്ങനെയുള്ള വിത്ത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഉള്ളവർക്കുള്ള ഒരു ഹൗസാണ് ഹാഫ് വേ ഹൗസ്. ഓർ ഡ്രഗ് അബ്യൂസ് ടെൻഡൻസികൾ ഉള്ളവർക്ക് ടു ലേൺ ദ നെസസറി സ്കിൽസ്, അതിലൂടെ നെസസറി ആയിട്ടുള്ള സ്കിൽസ് ലേൺ ചെയ്തിട്ട് ടു റീഇൻറ്റഗ്രേറ്റ് ഇൻ ടു ദി സൊസൈറ്റി ആൻഡ് ബെറ്റർ സപ്പോർട്ട് ആൻഡ് കെയർ ഫോർ ദംസെൽഫ്. എന്നിട്ട് അവർക്ക് ബെറ്റർ സപ്പോർട്ട് അല്ലെങ്കിൽ കെയർ
കൊടുക്കുന്ന പരിപാടിയാണ് ഈ ഹാഫ് വേ ഹൗസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹാഫ് വേ ഹൗസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ പീപ്പിൾ. എങ്ങനെയുള്ളവരാണ് അവിടെ? ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, അതേപോലെ ഡ്രഗ് അബ്യൂസ് ടെൻഡൻസി ഉള്ളവർ. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്, ഡ്രഗ് അബ്യൂസ് ടെൻഡൻസീസ്, ഡ്രഗ് അബ്യൂസ് ടെൻഡൻസി. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുവാണ്? അവർക്ക് ടു ലേൺ സർട്ടൺ നെസസറി സ്കിൽസ്, എന്നിട്ട് ടു റീഇൻറ്റഗ്രേറ്റ് ഇൻ ടു ദി സൊസൈറ്റി ആൻഡ് ബെറ്റർ സപ്പോർട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. ആസ് വെൽ ആസ് സെർവിങ് ആസ് റെസിഡൻസ്, ഹാഫ് വേ ഹൗസ് പ്രൊവൈഡ് സോഷ്യൽ, മെഡിക്കൽ, സൈക്യാട്രിക്, എഡ്യൂക്കേഷണൽ ആൻഡ് അതർ സിമിലർ സർവീസസ്. അപ്പോൾ ഈ ഹാഫ് വേ ഹൗസുകളിൽ റെസിഡൻസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, സോഷ്യൽ, മെഡിക്കൽ, സൈക്യാട്രിക്, എഡ്യൂക്കേഷണൽ ആൻഡ് അതർ സർവീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേ ആർ ടേംഡ് ഹാഫ് വേ ഹൗസസ് ഡ്യൂ ടു ദെയർ ബീങ് ഹാഫ് വേ ബിറ്റ്വീൻ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് living and inpatient or correctional facilities where residents are highly restricted in their behavior and freedom. അപ്പോൾ ഇത് ഹൗസ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും ഒരു ഹാഫ് വേ ഹൗസ് എന്ന് പറയുമ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടുള്ളൊരു ഇൻഡിപെൻഡൻസ് അല്ല, പ്രധാനമായിട്ടും ഇവിടെ ഹൈലി റെസ്ട്രിക്റ്റഡ് ഇൻ ദെയർ ബിഹേവിയർ ആൻഡ് ഫ്രീഡംസ്. അവിടെ അവരുടെ ഫ്രീഡംസ് അല്ലെങ്കിൽ ബിഹേവിയർ എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇത് ഹാഫ് വേ ഹൗസ് എന്ന പേരിൽ കൂടുതലായിട്ട് അറിയപ്പെടാൻ കാരണം. ഇവിടെ റെസിഡൻസ് മാത്രമല്ല, സോഷ്യൽ, സൈക്യാട്രിക്, അതേപോലെ തന്നെ അവരുടെ എല്ലാ രീതിയിലുള്ള മെഡിക്കൽ, എഡ്യൂക്കേഷണൽ, സിമിലർ സർവീസുകളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പേര് ഹാഫ് വേ ഡ്യൂ ടു ദെയർ ബീങ് ഹാഫ് വേ ബിറ്റ്വീൻ completely independent living and correctional facilities where residents are highly restricted എന്നുള്ളതാണ്. എന്തിൽ? റെസ്ട്രിക്റ്റഡ് ഇൻ ദെയർ ബിഹേവിയർ ആൻഡ് ഫ്രീഡം. ഹാഫ് വേ ഹൗസസ് ആർ എക്സ്റ്റൻഷൻ ഓഫ് ദ റിഹാബിലിറ്റേറ്റീവ് എഫേർട്സ് ക്യാരിഡ് ഔട്ട് വിത്തിൻ ദ പീനൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഹാഫ് വേ ഹൗസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻഷനാണ് ഓഫ് ദി റിഹാബിലിറ്റേഷൻ എഫേർട്സ് ക്യാരിഡ് ഔട്ട് ദ പീനൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ക്യാരി ഔട്ട് ചെയ്യുന്ന റിഹാബിലിറ്റേറ്റീവ് എഫർട്ടിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്ന് പറയാം. അതായത് പീനൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ശിക്ഷകൾ നടപ്പിലാക്കുന്ന ഇപ്പോൾ കോടതി പോലുള്ള കാര്യങ്ങൾ, അവർ ക്യാരി ഔട്ട് ചെയ്യുന്ന റിഹാബിലിറ്റേറ്റീവ് എഫർട്ടിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മളുടെ ഈ ഹാഫ് വേ ഹൗസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. For needy supervisees those with accommodation difficulties or requiring close monitoring upon discharge will be arranged to take up a residence in an appropriate halfway house from which they go out to work or study during daytime and to which they return at night. അപ്പോൾ ഇതിലൂടെ ഈ പറയുന്ന രീതിയിൽ അക്കോമഡേഷൻ ഇല്ലാത്ത ആളുകൾക്ക് അവരെ പാർപ്പിക്കുന്നു. ഇതിലധികം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ റീഡ് ചെയ്തങ്ങ് പോകുന്നത്. വേറെ ഒന്നുമില്ല. ഈ ഹാഫ് ഹൗസുകളിലൂടെ അക്കോമഡേഷൻ ഡിഫിക്കൽട്ടീസ് ഉള്ളവർ, ദോസ് വിത്ത് അക്കോമഡേഷൻ ഡിഫിക്കൽട്ടീസ് ഓർ റിക്വയറിങ് ക്ലോസ് മോണിറ്ററിങ് അപ്പോൺ ഡിസ്ചാർജ്, ഈ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് ക്ലോസ് മോണിറ്ററിങ് വേണ്ട ആളുകളുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വിൽ ബി അറേഞ്ച്ഡ് ടു ടേക്ക് അപ്പ് എ റെസിഡൻസ്. അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ ക്ലോസ് മോണിറ്ററിങ് വേണ്ട കേസുകൾ, അതേപോലെ അക്കോമഡേഷൻ ഫെസിലിറ്റികളില്ല. അപ്പോൾ ഒരു കറക്ഷൻ സെൻറ്ററുകളിൽ നിന്ന് വന്നിട്ട് അവർക്ക് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി ഇല്ല, വീടില്ല, അങ്ങനെയുള്ളവരെയൊക്കെ അപ്രോപ്രിയേറ്റ് ഹാഫ് വേ ഹോമുകളിൽ താമസിപ്പിക്കുന്നു. ആൻഡ് അവിടെ നിന്ന് ദേ ഗോ ഔട്ട് ടു വർക്ക് ഓർ സ്റ്റഡി ഡ്യൂറിങ് ദ ഡേ ടൈം ആൻഡ് വിച്ച് ദേ റിട്ടേൺ അറ്റ് നൈറ്റ്. രാത്രി തിരിച്ചു വരുന്നു. ദ ഹാഫ് വേ ഹൗസ് സീക്സ് ടു കൾട്ടിവേറ്റ് എ സെൻസ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് പോസിറ്റീവ് വർക്ക് ഹാബിറ്റ് വിത്തിൻ ദ സ്ട്രക്ചേർഡ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ്. അവിടെ ഒരു സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ആണ് ഈ ഹാഫ് ഹൗസിൽ നിന്ന് വിഭാവനം ചെയ്യുക. അത് നോട്ട് ചെയ്യുക. സ്ട്രക്ചേർഡ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ആണ് അവിടെ സംജാതമാക്കുന്നത്. ഒരു ഘടനാപരമായിട്ടുള്ളതും ഒരു സപ്പോർട്ടീവായിട്ടുള്ളതുമായുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഈ ഹാഫ് വേ ഹൗസുകളിലൂടെ വിഭാവനം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദ പീരീഡ് ഓഫ് റെസിഡൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡിവിജ്വൽസ് നീഡ്സ് ആൻഡ് പ്രോഗ്രസ്. അതായത് എത്ര കാലം അവിടെ താമസിക്കുന്നു എന്നുള്ളത് ആ ഇൻഡിവിജ്വലിൻ്റെ നീഡ്സിനും പ്രോഗ്രസ്സിനും ഒക്കെ അനുസരിച്ചിട്ടാണ്. അതേപോലെ ലീവ് ഓഫ് ആബ്സെൻസ് ഈസ് ജനറലി ഗ്രാൻഡഡ് ഓൺ വീക്കെൻഡ്സ് ആൻഡ് ഹോളിഡേയ്സ് ടു ഫെസിലിറ്റേറ്റ് ദെയർ സോഷ്യൽ റീഇൻറ്റഗ്രേഷൻ. പിന്നെ അതിൽ ലീവ് അനുവദിക്കുന്നത് വീക്കെൻഡുകളിൽ അല്ലെങ്കിൽ ഹോളിഡേകളിൽ അവരുടെ സോഷ്യൽ റീഇൻറ്റഗ്രേഷന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്.
Visits by family members and friends are encouraged so as to foster and strengthen support conducive to their rehabilitation. അതേപോലെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഫ്രണ്ട്സിനെയൊക്കെ എന്ത് ചെയ്യും, അവരുടെ വിസിറ്റൊക്കെ എൻകറേജ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആ റീഹാബിലിറ്റേഷൻ അതല്ലെങ്കിൽ ടു ഫോസ്റ്റർ ആൻഡ് സ്ട്രെങ്തൻ ദ സപ്പോർട്ട് കൺഡ്യൂസീവ് ടു ദെയർ റീഹാബിലിറ്റേഷൻ. കാരണം അവരിൽ സൊസൈറ്റിയിലേക്ക് നല്ലവരായിട്ട് തിരിച്ചു വരണം എന്നുള്ളൊരു ചിന്താഗതി, നല്ല രീതിയിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഇത് വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിസിറ്റൊക്കെ അനുവദിക്കുന്നത്. The important role that halfway house play the crucial role in the criminal justice system. Most of them house recently released prisoners on parole or probation status for temporary period of time before they are fully integrated back into the society. ഇപ്പോൾ പരോള് പ്രൊബേഷൻ കഴിഞ്ഞവർക്ക് അവരെ മുഴുവനായിട്ട് നേരെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് വിടാതെ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഹാഫ് വേ ഹൗസുകളിൽ താമസിപ്പിക്കുന്ന ഒരു സിസ്റ്റം നിലവിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു ഹാഫ് ഹൗസ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ നിലവിൽ ഇവിടെ അവൈലബിൾ അല്ല ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതും ഓർത്തു വെക്കുക. നോ ഹാഫ് വേ സിസ്റ്റം ഓഫ് കറക്ഷൻ ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ഹാഫ് വേ ഹൗസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പരോള് അല്ലെങ്കിൽ പ്രൊബേഷൻ കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ ഈ പ്രീ ട്രയൽ പ്രിസണേഴ്സിനുമൊക്കെ ആയിട്ട് ഇത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ most of the house recently released prisoners on parole and probation status for temporary period of time before fully integrated back into society. Both individual and community at large are far better served by sort of gradual supervised integration into the society with this appropriate counseling rather than by simply releasing person directly to the community with no supervision. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് കൗൺസിലിംഗ് ഫെസിലിറ്റി ഒക്കെ കൊടുത്ത് അവരെ സൂപ്പർവൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പരിപാടിയാണ്. അതായത് ഒരു സൂപ്പർവൈഷനും ഇല്ലാതെ കമ്മ്യൂണിറ്റിയിലേക്ക് ഡയറക്റ്റായിട്ട് ഇടാതെ ഇതിലിങ്ങനെ താമസിപ്പിച്ചുകൊണ്ട് അവരുടെ ആ റീഹാബിലിറ്റേഷൻ സാധ്യമാക്കുന്ന പരിപാടിയാണ് എന്നുള്ളതാണ്. Alternatively, a minority of residents of halfway houses are pre-trial inmates. The individuals are suspected of crimes. അപ്പോൾ അതേപോലെ ക്രൈം ചെയ്തിട്ടുണ്ടെന്ന് സംശയിക്കുന്നവർ, അതേപോലെ പ്രീ ട്രയൽ ഇൻമേറ്റ്സ്, അങ്ങനെയുള്ളവരൊക്കെ ഈ ഹാഫ് വേ ഹൗസുകളിൽ താമസിപ്പിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഹാഫ് വേ ഹൗസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും തരത്തിൽ അക്കോമഡേഷൻ ലഭ്യമല്ലാത്ത ആളുകൾ, ഇപ്പോൾ ഡ്രഗ് അബ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉൾപ്പെട്ട ആളുകളെയൊക്കെ ഈ ഹാഫ് വേ ഹൗസുകളിൽ താമസിപ്പിച്ച് അവർക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് അവിടെ സംജാതമാക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഹാഫ് വേ ഹൗസ്. ഇന്ത്യയിൽ ഇതില്ല. അതുപോലെ തന്നെ പരോള് പ്രൊബേഷൻ ഇതിൽ കഴിഞ്ഞിട്ട് കിട്ടിയ ആളുകൾക്ക്, അപ്പോൾ അങ്ങനെ വരുന്നവരെ ഈ പറഞ്ഞ ഡയറക്റ്റായിട്ട് സൊസൈറ്റിയിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യാതെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ താമസിപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള അതേപോലെ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള മേഖലകളിലെല്ലാം അവർക്ക് സപ്പോർട്ടൊക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ വളർത്തി മുന്നോട്ട് സമൂഹത്തിന് ഉപകാരപ്പെടുന്നവരായിട്ട് വളർത്തുക എന്നുള്ളതാണ്. അതുപോലെ പ്രീ ട്രയൽ പ്രിസണേഴ്സ്, ഇൻമേറ്റ്സ്, അതേപോലെ സസ്പെക്റ്റഡ് ക്രൈംസ്, അങ്ങനെയുള്ള സസ്പെക്റ്റഡ് ഓഫ് ക്രൈംസ്, ഇൻഡിവിജ്വൽ സസ്പെക്റ്റഡ് ഓഫ് ക്രൈംസ്, ക്രൈമുകൾ നടത്തിയിട്ടുണ്ടെന്ന് സംശയിക്കപ്പെടുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെയാണ് ഈ ഹാഫ് വേ ഹോമുകളിലൊക്കെ താമസിപ്പിച്ച് അവരെ സൊസൈറ്റിയിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പരിപാടിയാണ് എന്നുള്ളതാണ്. അതേപോലെ ഇനി അടുത്ത ഒരു സംഭവമാണ് ദ ആൾട്ടർനേറ്റീവ് ടു ഇൻകാർസറേഷൻ. ആൾട്ടർനേറ്റീവ് ടു ഇൻകാർസറേഷൻ. ഓൾട്ടർനേറ്റീവ് ടു ഇൻകാർസറേഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം, സെൻറ്റൻസിന് പകരമായിട്ട്, അതായത് അവരെ പണിഷ് ചെയ്യുന്നതിന് പകരമായിട്ട് അതിനുള്ള ഓൾട്ടർനേറ്റീവ് കൊടുക്കുന്നു. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പലതും. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ടു ഇംപ്രിസൺമെൻറ്റ് മീൻസ് റെഡ്യൂസ് ദ ഓവർ ക്രൗഡിങ്, കട്ട് കോസ്റ്റ് ആൻഡ് പ്രൊമോട്ട് റീഹാബിലിറ്റേഷൻ വൈൽ എൻഷുവറിങ് ജസ്റ്റിസ്. അപ്പോൾ ദ ഐഡിയ ഓഫ് കമ്മ്യൂണിറ്റി ബേസ്ഡ് കറക്ഷനിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു സംഭവമാണ്
ഓൾട്ടർനേറ്റീവ് ടു ഇൻകാർസറേഷൻ, കമ്മ്യൂണിറ്റി ബേസ്ഡ് കറക്ഷനിൽ അധിഷ്ഠിതമാണ്. അതായത് ഇത് ജയിലുകളൊക്കെ പ്രിസണൊക്കെ ഓവർ ക്രൗഡഡ് ആകാതിരിക്കുന്നതിന് വേണ്ടി, അതേപോലെ ഈ റീഹാബിലിറ്റേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, ആ രീതിയിൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓൾട്ടർനേറ്റീവ് ടു ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ അതിൽ എക്സാമ്പിളാണ് ഇപ്പോൾ പ്രൊബേഷൻ, പരോള്, അതേപോലെ തന്നെ ഫൈൻ അടച്ച് വിടുന്നു, റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫൈൻസ്, അങ്ങനെയുള്ള പരിപാടികളാണ് പ്രധാനമായിട്ടും ഈ ആൾട്ടർനേറ്റീവ് ടു ഇൻകാർസറേഷൻ എന്ന് പറയുന്നതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഇൻകാർസറേഷൻ ഇല്ലാതെ ഈ പറയുന്നില്ല പ്രൊബേഷൻ, പരോള്, അഡ്മോണിഷൻ, താക്കീത് നൽകി പറഞ്ഞു വിടുന്നു. അപ്പോൾ ഓവർ ക്രൗഡിങ് ഒഴിവാക്കുന്നു, അതോടൊപ്പം തന്നെ റീഹാബിലിറ്റേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. ഇതെല്ലാം ഉദ്ദേശിച്ചിട്ടാണ് ഈ സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ടൈസ് ഉണ്ടാകുന്നു, അതുപോലെ ഒരു എംപ്ലോയ്മെൻറ്റ് വേണമെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകുന്നു, അതേപോലെ ഒരു ബിഹേവിയറൽ ചേഞ്ച് ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നു, അതേപോലെ റെഡ്യൂസസ് ദ സ്റ്റിഗ്മ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിപ്പെൻഡൻസി. അതായത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ താമസിക്കുന്നുണ്ട് ആ ഒരു വിധേയത്വം, അത് എന്ത് ചെയ്യാൻ കഴിയുന്നു, റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നു. മോർ കോസ്റ്റ് എഫക്റ്റീവ് ഫോർ ദ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവായുള്ള ഒരു പരിപാടിയൊക്കെയാണ് ഈ പറയുന്ന ഈ നമ്മളുടെ ഈ ആൾട്ടർനേറ്റീവ് ടു ഇൻകാർസറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രൊബേഷൻ, പരോള്, ഫൈൻ അടച്ചു തീരുന്നത്, അതേപോലെ തന്നെ പിന്നെ ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെ തരത്തിലുള്ള അഡ്മോണിഷൻ കൊടുക്കുന്നു, ഇതെല്ലാം എന്തിൽ വരും, ഈ ഓൾട്ടർനേറ്റീവ് ടു ഇൻകാർസറേഷൻ എന്ന് പറയുന്നതിൽ വരും. അപ്പോൾ അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സാധനമുണ്ട്, പ്ലീ ബാർഗെയിനിങ്. പ്ലീ ബാർഗെയിനിങ് എന്ന് പറയുന്ന ഒരു സംഭവം എന്താ? പ്ലീ ബാർഗെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ പ്രീ ട്രയൽ നെഗോഷിയേഷൻ ബിറ്റ്വീൻ ദ അക്യൂസ്ഡ് ആൻഡ് ദ പ്രോസിക്യൂഷൻ. അതായത് പ്രോസിക്യൂഷനും അക്യൂസ്ഡും തമ്മിൽ ഒരു പ്രീ ട്രയലിന് മുമ്പ് ഒരു നെഗോഷിയേഷൻ നടത്തുന്ന പരിപാടിയാണ്. It is an association between the defendant and prosecutor whereby defendant pleads responsible to a lesser commission in alternate for more merciful sentence or an agreement to drop exclusive charge. അതായത് ഒരു എക്സ്ക്ലൂസീവായുള്ള ചാർജുകൾ ഡ്രോപ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു മോർ മേഴ്സിഫുൾ സെൻറ്റൻസ് ലഭ്യമാകുന്നതിനും വേണ്ടി എന്താണ്, പ്ലീ ബാർഗെയിൻ ചെയ്യുവാണ്. ആര്? നമ്മളുടെ ഡിഫൻഡൻ്റ്, കുറ്റം ചെയ്ത ആൾ. അതാണ് പ്ലീ ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലീ ബാർഗെയിനിങ് മീൻസ് ഇസ് എ പ്രീ ട്രയൽ നെഗോഷിയേഷൻ. പ്ലീ ബാർഗെയിനിങ് ഇസ് എ പ്രീ ട്രയൽ നെഗോഷിയേഷൻ ആണ്. ആരൊക്കെ തമ്മിലുള്ളത്? ബിറ്റ്വീൻ ദ ഒഫൻഡർ ആൻഡ് ദ പ്രോസിക്യൂട്ടർ. പ്രോസിക്യൂഷനും ഒഫൻഡറും തമ്മിലുള്ള ഒരു പ്രീ ട്രയൽ നെഗോഷിയേഷൻ ആണ് എന്ത്? പ്ലീ ബാർഗെയിനിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ ദ ഡിഫൻഡന്റ് ആൻഡ് ദ പ്രോസിക്യൂട്ടർ. അതിലൂടെ ദ ഡിഫൻഡന്റ് പ്ലീഡ്സ് റെസ്പോൺസിബിൾ ടു എ ലെസർ കമ്മീഷൻ. അത് കുറ്റം സമ്മതം കൊടുക്കുവാണ്. പ്ലീഡ്സ് റെസ്പോൺസിബിൾ ടു എ ലെസർ കമ്മീഷൻ ഇൻ ഓൾട്ടർനേറ്റീവ് ഫോർ മോർ മേഴ്സിഫുൾ സെൻറ്റൻസ് ഓർ ആൻ എഗ്രീമെൻറ്റ് ടു ഡ്രോപ്പ് എക്സ്ക്ലൂസീവ് ചാർജ്. ഒരെണ്ണത്തിലുള്ള ആ ഒരു എക്സ്ക്ലൂസീവ് ചാർജിൽ നിന്ന് അത് ഡ്രോപ്പ് ചെയ്യും എന്നുള്ളൊരു എഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ മോർ മേഴ്സിഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ലഭ്യമാകുമെന്ന് കരുതി പ്ലീഡ് ചെയ്യുന്ന സംഭവമാണ്. ആര്? ഡിഫൻഡൻറ്റ് പ്ലീഡ് ചെയ്യുന്നതാണ് ഈ പ്ലീ ബാർഗെയിനിങ് എന്ന് പറയുന്നത്. The most important thing to note about plea bargaining is that it can benefit the accused and the state. അത് അക്യൂസ്ഡിനും സ്റ്റേറ്റിനും അത് ബെനിഫിഷ്യലാണ്. The accused is free to go ahead and admit his guilt on his own, prompting the court to launch him on trial or lower the punishment. അതായത് ഒരു അക്യൂസ്ഡിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ടു ഗോ അഹെഡ്, നല്ല മുന്നോട്ട് പോകാൻ കഴിയുന്നു. ആൻഡ് അഡ്മിറ്റ് ഹിസ് ഗിൽറ്റ് ഓൺ ഹിസ് ഓൺ, അയാൾ സ്വന്തം തന്നെ അയാളുടെ ആ ഗിൽറ്റ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ, പ്രോംപ്റ്റിംഗ് ദ കോർട്ട് ടു ലോഞ്ച് ഹിം ഓൺ ട്രയൽ ഓർ ലോവർ ദ പണിഷ്മെൻറ്റ്. ആസ് എ റിസൾട്ട് അക്യൂസ്ഡ് ആൻഡ് ദ കോർട്ട്സ് ടൈം റിസോഴ്സസ് ആർ സേവ്ഡ്. പിന്നെ ട്രയൽ നടത്തേണ്ട അങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ എന്ത് ചെയ്യും? കുറയുവാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ
അക്യൂസ്ഡ് ആൻഡ് കോർട്ട് ടൈം ആൻഡ് റിസോഴ്സസ് ആർ സേവ്ഡ്. ഇവിടെ കോടതിയുടെ സമയവും അക്യൂസ്ഡ് ടൈമും ഒക്കെ ഇവിടെ ലാഭിക്കാൻ കഴിയുന്നു. ടു ക്വാളിഫൈ ഫോർ പ്ലീ ബാർഗൈനിങ് ദ അക്യൂസ്ഡ് മസ്റ്റ് നോട്ട് ഫോൾ അണ്ടർ ദ മാക്സിമം സെൻറ്റൻസ് ഓഫ് ഒഫൻസ് ഈസ് എബവ് 7 years, നോട്ട് എബവ് 7 years. അതായത് ഈ പ്ലീ ബാർഗൈനിങ് ഫെസിലിറ്റി കിട്ടണമെങ്കിൽ, ക്വാളിഫൈഡ് ആകണമെങ്കിൽ മാക്സിമം സെൻറ്റൻസ് ഓഫ് ഒഫൻസ് ഈസ് എബവ് 7 years, നോട്ട് 7 years. അപ്പോൾ മാക്സിമം സെൻറ്റൻസ് of the offense is not above 7 years. 7 വർഷത്തിൽ കൂടാൻ പാടില്ല. മാക്സിമം സെൻറ്റൻസ് 7 വർഷത്തിന് മുകളിലേക്ക് ആകാൻ പാടില്ല. അങ്ങനെയുള്ള ഇതിൽ പ്രീ ബാർഗൈനിങ് പറ്റത്തില്ല. അപ്പോൾ പറ്റാത്തത് ഏതിലൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക. മാക്സിമം സെൻറ്റൻസ് എത്രയായിരിക്കണം? 7 വർഷം. 7 വർഷം വരെ ഉള്ളതിനാ പ്രീ ബാർഗൈനിങ് പറ്റത്തുള്ളൂ. അതേപോലെ ക്രൈം ഹാസ് കമ്മിറ്റഡ് കോൺട്രറി ടു വുമൺ ഓർ ചൈൽഡ് ബിലോ 14 years. അതായത് സ്ത്രീകൾക്കും 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും എതിരെയുള്ള ക്രൈം ആണെങ്കിൽ പ്ലീ ബാർഗൈനിങ് പറ്റത്തില്ല. അക്യൂസ്ഡ് വാസ് ഏർലിയർ സെയിം ഒഫൻസിന് മുമ്പ് കൺവിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്ലീ ബാർഗൈനിങ് പറ്റത്തില്ല. ആൻ ഒഫൻസ് ദാറ്റ് അഫക്ട് ദ സോഷ്യോ എക്കണോമിക് സിറ്റുവേഷൻ ഓഫ് ദ കൺട്രി, നമ്മുടെ രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് സിറ്റുവേഷനെ ബാധിക്കുന്ന ഒഫൻസ് ആണെങ്കിലും പറ്റത്തില്ല. അപ്പോൾ ആ 4 സാഹചര്യങ്ങൾ ഓർത്തു വെക്കുക. ഒന്നാമത്തെ പ്ലീ ബാർഗൈനിങ് പറ്റാത്ത ഒന്നാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം സെൻറ്റൻസ് 7 കൂടിയാൽ എബവ് 7 years ആണെങ്കിൽ പറ്റത്തില്ല. പിന്നെന്താണ്? ഒഫൻസ് എഗെയിൻസ്റ്റ് ദ വുമൺ ആൻഡ് ദ ചിൽഡ്രൻ ബിലോ 40 years. ഒഫൻസ് വുമണിനെതിരെയുള്ളതും അതേപോലെ ചിൽഡ്രൻ ബിലോ 40, 14 വയസ്സിൽ താഴെയുള്ളതുമാണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒഫൻസ് ക്രൈം ഹാസ് കമ്മിറ്റഡ്. ഇനി ആ ഒഫൻഡർ ചെയ്ത അക്യൂസ്ഡ് ഈസ് ഏർലിയർ കൺവിക്റ്റഡ് ഫോർ ദ സെയിം ഒഫൻസ്. ഈ സെയിം ഒഫൻസിന് പ്രീവിയസ് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ പ്ലീ ബാർഗൈനിങ് പറ്റത്തില്ല. ഈ സെയിം ഒഫൻസിന് കേട്ടോ, ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്ന ഒഫൻസിൽ തന്നെ അയാൾക്ക് മുമ്പ് ആ സെയിം ഒഫൻസിൽ കൺവിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല. അതേപോലെ സോഷ്യോ എക്കണോമിക് സിറ്റുവേഷൻ ഓഫ് ദ കൺട്രി ബാധിക്കുന്ന ഒഫൻസുകളാണെങ്കിൽ ഒഫൻസ് അഫക്റ്റഡ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദി നേഷൻ, സോഷ്യോ എക്കണോമിക് സിറ്റുവേഷൻ ഓഫ് ദ കൺട്രിയുടെ സോഷ്യോ എക്കണോമിക് സിറ്റുവേഷനെ ബാധിക്കുന്ന ഒഫൻസ് ആണെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ 7 വർഷത്തിൽ കൂടുതൽ പണിഷ്മെൻറ്റ് കിട്ടുന്നതിൽ പറ്റത്തില്ല. രണ്ടാമത് the crime has been committed contrary to woman and child below 14 years ആണെങ്കിൽ പറ്റത്തില്ല. അതേപോലെ മൂന്നാമത്തെ സാഹചര്യം പറഞ്ഞു, the accused earlier convicted on the same offense, ഒരേ ഒഫൻസിൽ തന്നെ മുമ്പ് കൺവിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല. പിന്നെ ഒഫൻസ് ദാറ്റ് അഫക്ട് ദ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദി സിറ്റുവേഷൻ ഓഫ് ദി കൺട്രി, അങ്ങനെയാണെങ്കിലും പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്ലീ ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? പ്ലീ ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതൊരു നെഗോഷിയേഷനാണ് ബിറ്റ്വീൻ ദ അക്യൂസ്ഡ് ആൻഡ് ദ പ്രോസിക്യൂഷൻ. അതിലൂടെ ഈ ഡിഫൻഡൻറ്റ് പ്ലീഡ്സ് റെസ്പോൺസിബിൾ ടു ദി ലെസർ കമ്മീഷൻ ഇൻ ആൾട്ടർനേറ്റ് ഫോർ മോർ മേഴ്സിഫുൾ സെൻറ്റൻസ്. അതായത് ആ അക്യൂസിനെ സംബന്ധിച്ചിടത്തോളം അക്യൂസ്ഡ് പ്ലീഡ് ചെയ്യുവാണ്, ബാർഗെയിൻ ചെയ്യുവാണ്. എന്താ പ്ലീഡ്? റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി പ്ലീഡ് ചെയ്യുവാണ്. അതായത് ആ കുറ്റം ചെയ്തു എന്നുള്ള ഒരു സംഭവം പ്ലീഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പ്ലീ ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ആൻഡ് the accused is free to go ahead and admit his guilt on his own. അപ്പോൾ ഇതിലൂടെ accused is admit his guilt on his own. സ്വന്തമായിട്ട് തന്നെ ആ ഗിൽറ്റ് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പ്ലീ ബാർഗെയിനിങ് എന്ന് പറയുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ കോടതിയുടെ ടൈമും അതേപോലെ തന്നെ നമ്മൾ ഈ അക്യൂസ്ഡിൻ്റെ ഒക്കെ ടൈമും അതുപോലെ റിസോഴ്സുകളൊക്കെ സേവ് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേന്മ. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ
ആൾട്ടർനേറ്റീവ് ഇൻകാർസറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കുണ്ട്. അതായത് നമ്മുടെ ഇംപ്രിസൺമെൻറ്റ്, ഈ ആൾട്ടർനേറ്റ് ഇംപ്രിസൺമെൻറ്റ്, ഇൻകാർസറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓവർ ക്രൗഡിങ് പ്രിസൻ്റെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്ലീ ബാർഗൈനിങ്ങിലൂടെ ഈ പറയുന്ന രീതിയിൽ ആ ലെങ്തി പ്രൊസീജിയർ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു അക്യൂസ്ഡ് ആ കുറ്റം അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടത് വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിച്ചത്. എന്തായാലും നോട്ടിൽ വിശദമായിട്ട് കാര്യങ്ങൾ എന്തായാലും ഇതിൻ്റെ ഈ പറയുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും വിശദമായിട്ടുള്ളൊരു നോട്ട് ഞാൻ എന്തായാലും തരാം. അപ്പോൾ ഇത് ഞാൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം നോട്ടിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ക്ലാസ് കേട്ടപ്പോൾ ഇത് എങ്ങനെ പഠിച്ചെടുക്കും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതിൽ ജസ്റ്റ് ആ പോയിന്റുകൾ എന്താണ് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്, എന്താണ് ഹാഫ് വേ ഹൗസിൻ്റെ പ്രാധാന്യം, അതേപോലെ എന്താണ് വിക്ടിം ഒഫൻഡർ മീഡിയേഷൻ, അങ്ങനെയുള്ള ആ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് എൻ്റെ നോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. അപ്പോൾ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. എന്നും പ്രാർത്ഥിക്കാറുള്ളത് പോലെ തന്നെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും പഠിക്കാനായുള്ളൊരു മാനസികാവസ്ഥ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്കെല്ലാവർക്കും നൽകി നിങ്ങളെല്ലാവരെയും ആവോളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പലവിധ പ്രയാസങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്നവരുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം മാറ്റി സർവശക്തനായ തമ്പുരാൻ മാറ്റി എല്ലാവർക്കും ദീർഘായുസ്സും സൗഖ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും